ആയ കർത്താവെ, നിന്നിൽ ആശ്രയിച്ചുകൊണ്ട് ജീവിപ്പാൻ ഞങ്ങളെ തുടർന്ന് സഹായിക്കണം. ഈ ശുശ്രൂഷയിൽ ആദ്യോടുന്ന അവിടുത്തെ സാന്നിധ്യം കൊണ്ടും കൃപ കൊണ്ടും നിറയ്ക്കണം. മാനവും മഹത്വമെടുക്കണം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ദൈവനാമ മഹത്വത്തിനായി ക്രിസ്തീയ കീർത്തനങ്ങളിൽ 30ാമത്തെ ഗീതം പാടി നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ക്രിസ്തീയ കീർത്തനങ്ങളിൽ 30. എല്ലാവർക്കും എഴുന്നേൽക്കാം. ഇമ്പമേറും നിൻ പാദത്തിങ്കൽ നിൻ പൈതങ്ങളടി ഞാനിതാ കുമ്പിടും നീ അനുഗ്രഹിക്കാം. വരിക ഈ യോഗമധ്യേ ചൊരിയേ സന്നിധാനത്തിങ്കൽ വരുമ്പോ ഒന്നു ചേരുമവൻ നടുവിൽ എന്നു ചൊന്നതയാപരനേ വരിക വരിക യോഗമധ്യേ ചൊരിയേ പരിശുദ്ധ പരാപരനേ. നിന്നുടെ മഹത്വ സന്നിധി എന്നിയെ ഞങ്ങൾക്കാശ്രയമാ. എല്ലാവർക്കും ഇരിക്കാം. ഇപ്പോൾ 1-ാം പാഠം വായിക്കുന്നതും 1-ാം പാഠത്തെ തുടർന്ന് ക്രിസ്തീയ കീർത്തനങ്ങൾ 79ാമത്തെ ഗീതത്തിൻ്റെ 1-3 ചരണങ്ങൾ പാടുന്നതും ശേഷം 2-ാം പാഠം വായിക്കുന്നതും.
ഒന്നാം വേദപാഠമായി വായിക്കുന്നത് 1 ശമൂവേൽ 7-ാം അധ്യായം 1 മുതൽ 12 വരെയുള്ള വാക്യങ്ങൾ. 1 ശമൂവേൽ 7-ാം അധ്യായം 1 മുതൽ 12 വരെയുള്ള വാക്യങ്ങൾ. കീയത്ത് യയാരീം നിവാസികൾ വന്ന് യഹോവയുടെ പെട്ടകം എടുത്ത് കുന്നിന്മേൽ അബീനാദാബിൻ്റെ വീട്ടിൽ കൊണ്ടുപോയി അവൻ്റെ മകനായ എലയാസാരിനെ യഹോവയുടെ പെട്ടകം സൂക്ഷിക്കേണ്ടതിന് ശുദ്ധീകരിച്ചു. പെട്ടകം കിര്യത്ത് യയാരാമിൽ ആയിട്ട് ഏറിയ കാലം 20 സംവത്സരം തന്നെ കഴിഞ്ഞു. ഇസ്രായേൽ ഗൃഹമൊക്കെയും യഹോവയോട് വിലപിച്ചു. അപ്പോൾ ശമൂവേൽ എല്ലാ ഇസ്രായേൽ ഗൃഹത്തോടും, നിങ്ങൾ പൂർണ്ണ ഹൃദയത്തോടെ യഹോവയിലേക്ക് തിരിയുന്നു എങ്കിൽ അന്യദൈവങ്ങളെയും അസ്തോരത്ത് പ്രതിഷ്ഠകളെയും നിങ്ങളുടെ ഇടയിൽ നിന്ന് നീക്കിക്കളഞ്ഞ് നിങ്ങളുടെ ഹൃദയങ്ങളെ യഹോവയിലേക്ക് തിരിക്കുകയും അവനെ മാത്രം സേവിക്കുകയും ചെയ്യുവിൻ. എന്നാൽ അവൻ നിങ്ങളെ ഫെലിസ്ത്യരുടെ കയ്യിൽ നിന്ന് വിടുവിക്കും എന്ന് പറഞ്ഞു. അങ്ങനെ ഇസ്രായേൽ ബാൽ വിഗ്രഹങ്ങളെയും അസ്തോരത്ത് പ്രതിഷ്ഠകളെയും നീക്കിക്കളഞ്ഞ് യഹോവയെ മാത്രം സേവിച്ചു. അനന്തരം ശമൂവേൽ എല്ലാ ഇസ്രായേലിനെയും മിസ്പയിൽ കൂട്ടുവിൻ, ഞാൻ നിങ്ങൾക്ക് വേണ്ടി യഹോവയോട് പ്രാർത്ഥിക്കും എന്ന് പറഞ്ഞു. അവർ മിസ്പയിൽ ഒന്നിച്ചുകൂടി വെള്ളം കോരി യഹോവയുടെ സന്നിധിയിൽ ഒഴിച്ചു. ആ ദിവസം ഉപവസിച്ചു. ഞങ്ങൾ യഹോവയോട് പാപം ചെയ്തിരിക്കുന്നു എന്ന് അവിടെ വെച്ച് പറഞ്ഞു. പിന്നെ ശമൂവേൽ മിസ്പയിൽ ഇസ്രായേൽ മക്കൾക്ക് ന്യായപാലനം ചെയ്തു. ഇസ്രായേൽ മക്കൾ മിസ്പയിൽ ഒന്നിച്ചുകൂടി എന്ന് ഫെലിസ്ത്യർ കേട്ടപ്പോൾ ഫെലിസ്ത്യ പ്രഭുക്കന്മാർ ഇസ്രായേലിൻ്റെ നേരെ പുറപ്പെട്ടു വന്നു. ഇസ്രായേൽ മക്കൾ അത് കേട്ടിട്ട് ഫെലിസ്ത്യരെ ഭയപ്പെട്ടു. ഇസ്രായേൽ മക്കൾ ശമൂവേലിനോട്, നമ്മുടെ ദൈവമായ യഹോവ ഞങ്ങളെ ഫെലിസ്ത്യരുടെ കയ്യിൽ നിന്ന് രക്ഷിക്കേണ്ടതിന് ഞങ്ങൾക്ക് വേണ്ടി അവനോട് പ്രാർത്ഥിക്കുന്നത് മതിയാക്കരുതേ എന്ന് പറഞ്ഞു. അപ്പോൾ ശമൂവേൽ പാൽ കുടിക്കുന്ന ഒരു ആട്ടിൻകുട്ടിയെ എടുത്ത് യഹോവയ്ക്ക് സർവാംഗ ഹോമം കഴിച്ചു. ശമൂവേൽ ഇസ്രായേലിന് വേണ്ടി യഹോവയോട് പ്രാർത്ഥിച്ചു. യഹോവ ഉത്തരമരുളി. ശമൂവേൽ ഹോമയാഗം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഫെലിസ്ത്യർ ഇസ്രായേലിനോട് പടയ്ക്ക് അടുത്തു. എന്നാൽ യഹോവ അന്ന് ഫെലിസ്ത്യരുടെ മേൽ വലിയ ഇടിമുഴക്കി അവരെ പരിഭ്രമിപ്പിച്ചു. അവർ ഇസ്രായേലിനോട് തോറ്റു. ഇസ്രായേല്യർ മിസ്പയിൽ നിന്ന് പുറപ്പെട്ട് ഫെലിസ്ത്യരെ പിന്തുടർന്നു. ബേത്കാരിൻ്റെ താഴെ വരെ അവരെ സംഹരിച്ചു. പിന്നെ ശമൂവേൽ ഒരു കല്ലെടുത്ത് മിസ്പയ്ക്കും ഷേനിനും മധ്യേ നാട്ടി. ഇത്രത്തോളം യഹോവ നമ്മെ സഹായിച്ചു എന്ന് പറഞ്ഞു. അതിന് ഏബൻ ഏസർ എന്ന് പേരിട്ടു. ഇവിടെ 1-ാം വേദപാഠം അവസാനിച്ചിരിക്കുന്നു. രണ്ടാം പാഠം വായിക്കും. രണ്ടാം പാഠഭാഗമായി
അപ്പോസ്തലനായ പൗലോസ് റോമർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായം 31 മുതൽ 39 വരെയുള്ള വാക്യങ്ങൾ. റോമർ 8:31 മുതൽ 39 വരെയുള്ള വാക്യങ്ങൾ. ഇത് സംബന്ധിച്ച് നാം എന്ത് പറയേണ്ടു? ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ നമുക്ക് പ്രതികൂലമാർ. സ്വന്തം പുത്രനെ ആദരിക്കാതെ നമുക്ക് എല്ലാവർക്കും വേണ്ടി ഏൽപ്പിച്ചു തന്നവൻ അവനോട് കൂടെ സകലവും നമുക്ക് നൽകാതിരിക്കുമോ? ദൈവം തിരഞ്ഞെടുത്തവരെ ആർ കുറ്റം ചുമത്തും? നീതീകരിക്കുന്നവൻ ദൈവം, ശിക്ഷ വിധിക്കുന്നവൻ ആർ? യേശു ക്രിസ്തു മരിച്ചവൻ, മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റവൻ തന്നെ. അവൻ ദൈവത്തിൻ്റെ വലത്ത് ഭാഗത്തിരിക്കുകയും നമുക്ക് വേണ്ടി പക്ഷപാതം കഴിക്കുകയും ചെയ്യുന്നു. ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് നമ്മെ വേർപിരിക്കുന്നവൻ ആർ? കഷ്ടതയോ സങ്കടമോ ഉപദ്രവമോ പട്ടിണിയോ നഗ്നതയോ ആപത്തോ വാളോ? നിന്റെ നിമിത്തം ഞങ്ങളെ ഇടവിടാതെ കൊല്ലുന്നു, അറുപ്പാനുള്ള ആടുകളെ പോലെ ഞങ്ങളെ എണ്ണുന്നു എന്നെഴുതിയിരിക്കുന്നുവല്ലോ. നാമോ നമ്മെ സ്നേഹിച്ചവൻ മുഖാന്തരം ഇതിലൊക്കെയും പൂർണ്ണ ജയം പ്രാപിക്കുന്നു. മരണത്തിനോ ജീവനോ ദൂതന്മാർക്കോ വാഴ്ചകൾക്കോ അധികാരങ്ങൾക്കോ ഇപ്പോഴുള്ളതിനോ വരുവാനുള്ളതിനോ ഉയരത്തിനോ ആഴത്തിനോ മറ്റു യാതൊരു സൃഷ്ടിക്കോ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിലുള്ള സ്നേഹത്തിൽ നിന്ന് നമ്മെ വേർപിരിക്കുവാൻ കഴിയുകയില്ല എന്ന് ഞാൻ ഉറച്ചിരിക്കുന്നു. ഇതോടുകൂടെ 2-ാം വേദഭാഗം അവസാനിച്ചിരിക്കുന്നു. വെളിവു നിറഞ്ഞ രക്ഷകനെ നിൻ വെളിച്ചം കൊണ്ട് ഇരുൾവാസികളാം ഞങ്ങളിന്നു വെളിച്ചം കാണുന്നു. സ്വർഗസ്ഥ പിതാവിൻ ഖാദിരെ ശോഭിപ്പിക്കാം ഞങ്ങളെ ഇന്ന്. ആലയത്തിൽ വസിക്കുന്ന പരിശുദ്ധ നിന്ദാസരാം ഞങ്ങളുടെ ശമനം ചെയ്വതിന് വിളിക്കുന്നു മറിയാമിൽ നിന്ന് ശരീരം ധരിക്കുകയും യോഹന്നാനോട് മാമോദീസായേറ്റുകൊള്ളുകയും ചെയ്ത ഞങ്ങളുടെ കർത്താവേ ശമശിഹായേ, ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചൊരിയണമേ. ഞങ്ങളുടെ രാജാവായ കർത്താവേ, നിന്നെ ഞങ്ങൾ പുകഴ്ത്തും. സ്വഭാവപ്രകാരമില്ലാത്തവരും തന്റെ കൃപയാസനരക്ഷിക്കാൻ വേണ്ടി വിശ്വാസത്തിലേക്ക് ഭേദകൂടാതെ രക്ഷിതമായി ഞങ്ങൾക്ക് വേണ്ടി യോഷിക്കുന്നത് എന്റെ മരണങ്ങളെ ചോദിക്കുന്നവനും വിശുദ്ധാത്മനും എന്റെ പിതാവിനോട് ജീവിതം കൂടെ തുല്യമായി വന്ദിക്കപ്പെട്ട് സ്തുതിക്കപ്പെടുന്നതുമായ ഞങ്ങളുടെ വിശ്വാസങ്ങളാലെ ഞങ്ങളെല്ലാവരുടെ മേലും ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. ബലവാനേ, നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനേ, നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനായി ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു.
മരണമില്ലാത്തവനേ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട ശിഹാബിലാനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നീ പരിശുദ്ധനാകുന്നു. ബലവാനേ നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനേ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട ശിഹാബിലാനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. കുരിയലായിസോൻ കുരിയലായിസോൻ ഭാഗ്യവാൻ ചൊല്ലിടുന്നു. നിങ്ങളെ ഞങ്ങൾ അറിയിച്ചതന്നെ മറ്റൊരുവൻ വന്നറിയിച്ചാലെങ്കിലും മാതൂതൻ താനേൽക്കും സഭയിൽ ശാപം. പലതരമുപദേശങ്ങളവോ പാലിൽ മുളച്ചു പരക്കുന്നു. ദൈവത്തിൽ ഉപദേശം അവസാനിപ്പിപ്പോ ദൈവമായ കർത്താവേ, ഈ സമയത്ത് തിരുസന്നിധിയിൽ കഴിക്കുന്ന ഞങ്ങളുടെ പ്രാർത്ഥനകളും അപേക്ഷകളും കൈക്കൊള്ളണമേ. ഞങ്ങളുടെ കർത്താവും ദൈവമേ, നിന്റെയും ദിവ്യന്മാരായ നിന്റെ സ്ലീഹന്മാരുടെയും നിന്റെ വിശുദ്ധ സഭയുടെ ശില്പിയും പണിക്കാനുമായ സ്ലീഹയുടെയും കൽപ്പനകളെ പിടിപ്പോടും വിശുദ്ധിയോടും കൂടി ആചരിപ്പാൻ എന്നേക്കും ഞങ്ങളെ യോഗ്യതയുള്ളവരാക്കണമേ. ഭാഗ്യവാനായ പൗലോസ് ശ്ലീഹ തെസ്സലോനിക്കർക്ക് എഴുതിയ 2-ാം ലേഖനം 2-ാം അധ്യായത്തിൽ നിന്നും സ്നേഹന്മാരുടെ സ്തുതി. കർത്താവേ, തിരുവചനത്തെ തിരിച്ചറിയുന്നത് ഞങ്ങൾക്ക് കൃപ നൽകണമേ. ഞങ്ങളോ കർത്താവിന് പ്രിയരായ സഹോദരന്മാരെ, ദൈവം നിങ്ങളെ ആദ്യം മുതൽ ആത്മാവിന്റെ വിശുദ്ധീകരണത്തിലും സത്യത്തിന്റെ വിശ്വാസത്തിലും രക്ഷയ്ക്കായി തിരഞ്ഞെടുത്തതുകൊണ്ട് നിങ്ങൾ നിമിത്തം ദൈവത്തെ എപ്പോഴും സ്തുതിപ്പാൻ കടംപെട്ടിരിക്കുന്നു. നമ്മുടെ കർത്താവായ യേശുവിന്റെ മഹത്വം പ്രാപിപ്പാനല്ലോ അവൻ ഞങ്ങളുടെ സുവിശേഷ ഘോഷണത്താൽ ഞങ്ങളെ രക്ഷയ്ക്ക് വിളിച്ചത്. ആകയാൽ സഹോദരന്മാരെ, നിങ്ങൾ ഉറച്ചു നിന്ന് ഞങ്ങൾ വാക്കിനാലോ ലേഖനത്താലോ ഉപദേശിച്ചെന്ന പ്രമാണങ്ങളെ മുറുകെ പിടിച്ച് കൊള്ളുവിൻ. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. സ്തുതിയാകുന്ന ബലികൾ കർത്താവിന് കഴിപ്പിൻ. കാഴ്ചകളെടുത്ത് തന്റെ വിശുദ്ധ മണ്ഡപങ്ങളിൽ പ്രവേശിച്ച് വിശുദ്ധിയിൽ അലങ്കാരത്തിൽ കർത്താവിനെ വന്ദിപ്പിൻ. ദൈവമായ കർത്താവേ, ദൈവികമായ നിന്റെ വചനങ്ങളുടെ അറിവ് ഞങ്ങൾക്ക് സൗജന്യം ചെയ്യണമേ. നിന്റെ വിശുദ്ധ എവൻഗേലിയോന്റെ സാരാംശവും നിന്റെ ദിവ്യജ്ഞാനങ്ങളുടെ ഐശ്വര്യവും നിന്റെ വിശുദ്ധ റൂഹായുടെ നൽവരവും കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണമേ. ഞങ്ങൾ സന്തോഷപൂർവ്വം നിന്റെ കൽപ്പനകൾ ആചരിക്കുകയും നിന്റെ തിരീതം പരിപൂർണമായി നിവർത്തിക്കുകയും ചെയ്യുവാൻ ഞങ്ങൾക്ക് കൃപ നൽകണമേ. നിന്നുള്ള അനുഗ്രഹങ്ങൾക്കും കരുണകൾക്കും ഞങ്ങളെല്ലാം ഇപ്പോഴും യോഗ്യരായി തീരുകയും ചെയ്യണമേ.
സഹോദരരെ, നാം അടക്കത്തോടും ഭയത്തോടും അണക്കത്തോടും ശ്രദ്ധിച്ച് നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ വിശുദ്ധ എവൻഗേലിയോനിലെ ദൈവത്തിന്റെ ജീവനുള്ള വചനങ്ങളുടെ അറിയിപ്പിനെ കേൾക്കണം. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ. ലോകത്തിന് ജീവനും രക്ഷയും പ്രസംഗിക്കുന്ന മത്തായി ശ്ലീഹ എഴുതിയ ജീവൻ നൽകുന്ന പ്രസംഗമായ നമ്മുടെ കർത്താവായ യേശു മിശിഹായുടെ വിശുദ്ധ എവൻഗേലിയോൻ. മറിയാമുള്ള ശരീരമെടുത്ത ദൈവമായ ജീവന്റെ വചനമായ നമ്മുടെ കർത്താവും ദൈവവും രക്ഷിതാവുമായിരിക്കുന്ന യേശു മിശിഹായുടെ നടപടിയുടെ കാലങ്ങളിൽ ഇപ്രകാരം സംഭവിച്ചു. ആ സമയത്ത് തന്നെ യേശു പറഞ്ഞത്, പിതാവേ, സ്വർഗത്തിനും ഭൂമിക്കും കർത്താവായുള്ളവേ, നീതി ജ്ഞാനികൾക്കും വിവേകികൾക്കും മറച്ച ശിശുക്കൾക്ക് വെളിപ്പെടുത്തിയത് കൊണ്ട് ഞാൻ നിന്നെ വാഴ്ത്തുന്നു. അതെ പിതാവേ, ഇങ്ങനെയല്ലോ നിനക്ക് പ്രസാദം തോന്നിയത്. എൻ്റെ പിതാവ് സകലവും എങ്കിൽ പരിമേൽപ്പിച്ചിരിക്കുന്നു. പിതാവല്ലാതെ ആരും പുത്രനെ അറിയുന്നില്ല. പുത്രനും പുത്രൻ വെളിപ്പെടുത്തി കൊടുപ്പാൻ ഇച്ഛിക്കുന്നതിനുമല്ലാതെ ആരും പിതാവിനെ അറിയുന്നില്ല. അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ എല്ലാവരും എൻ്റെ അടുക്കൽ വരുവേൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. ഞാൻ സൗമ്യതയും താഴ്മയുള്ളവനാകിയാൽ എൻ്റെ നുഖമേറ്റുകൊണ്ട് എന്നോട് പഠിപ്പീൻ, എന്നാൽ നിങ്ങളുടെ ആത്മാക്കൾക്ക് ആശ്വാസം കണ്ടെത്തും. എൻ്റെ നുഖം മൃദുവും എൻ്റെ ചുമട് ലഘുവും ആകുന്നു. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനവും നിരപ്പുമുണ്ടായിരിക്കട്ടെ. ഉപദേശം ശാസന ശിക്ഷാവിധിയാഭ്യാസം ഈ വചനത്താൽ അടിയാർക്കു ലഭിപ്പാൻ കൃപയുള്ളവനായ പരമപിതാവേ, വേഗം നീ റൂഹായാലെ അരുളിയിടേണമെന്നും. നാം എല്ലാവരും പ്രാർത്ഥിച്ച കർത്താവിൽ നിന്ന് അനുഗ്രഹങ്ങളും മനോഗുണവും യാചിക്കണം. സ്തുതിയും സ്തോത്രവും ദേശം മാഞ്ഞമകാത്ത നല്ല മഹിമയും എല്ലായ്പ്പോഴും നിരന്തരം കരയേറ്റുവാൻ ഞങ്ങൾ യോഗ്യതരായി തീരണമേ. ഇല്ലായ്മയിൽ നമ്മെ സൃഷ്ടിക്കുകയും ഉണ്മയിലേക്ക് നമ്മെ കൊണ്ടുവരികയും ചെയ്ത ഉത്തമനും മഹോന്നതനും പാപാദാസ്യത്തിൽ നമ്മെ വീണ്ടുകൊള്ളുകയും തൻ്റെ വലിയ രക്തത്താൽ പുത്ര സ്വീകാരത്തിന് നമ്മെ നിയമിക്കുകയും ചെയ്ത പ്രധാന ആചാര്യനുമായ ശാതംബ്രാന് ദൈവികമായ സ്തോത്രയാഗം പൂർണ്ണമാക്കപ്പെടുന്ന ഈ നേരത്തും നമ്മുടെ ആയുസിൻ്റെ എല്ലാ നാളുകളിലും സ്തുതിയും ബഹുമാനവും വന്ദനവും എന്നേക്കും യോഗ്യവുമായിരിക്കുന്നു. എല്ലാവരും പ്രാർത്ഥിച്ച് കർത്താവിനോട് അനുഗ്രഹങ്ങളും മനോഗുണവും അപേക്ഷിക്കണം. നീതീകരിക്കുന്നവനും ശുദ്ധീകരിക്കുന്നവനും ക്ഷമിക്കുന്നവനും ഞങ്ങളുടെ ദോഷങ്ങളെ ഓർക്കാതവണ്ണം മായിച്ച് ഇല്ലാതാക്കുന്നവനുമായ ദൈവമായ കർത്താവേ, സംഖ്യയില്ലാതെ വണ്ണം വലിപ്പവും വലിപ്പവുമുള്ള എൻ്റെ പാപങ്ങളും വിശ്വാസമുള്ള നിന്റെ സർവജനത്തിൻ്റെയും പാപങ്ങളും നിന്റെ സ്നേഹാരണ്യത്താൽ മായിച്ച് നല്ലവനെ ദയതോ നീ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ദൈവമായ കർത്താവേ, നിന്റെ കരുണയാൽ ഞങ്ങളെയും ഞങ്ങളുടെ മാതാപിതാക്കളെയും സഹോദര സഹോദരികളെയും
അധ്യക്ഷന്മാരെയും ഗുരുക്കന്മാരെയും വിശുദ്ധിയും മഹത്വമുള്ള നിന്റെ തിരുസഭയുടെ സന്താനങ്ങളായ സകല വിശ്വാസികളെയും ഓർത്തുകൊള്ളണമേ. ദൈവമായ കർത്താവേ, ഞങ്ങളുടെ ദേഹങ്ങളെയും ആത്മാക്കളെയും ആശ്വസിപ്പിക്കണമേ. കരുണകളും ദൈവമാകുന്ന ഞങ്ങളുടെ മേൽ പൊഴിക്കണമേ. മഹത്വത്തിന്റെ നാഥനായി ഞങ്ങളുടെ കർത്താവായി ഞങ്ങളുടെ രാജാവായ മിശിഹായേ, ഞങ്ങൾക്ക് പാപപരിഹാരവും നീ ആയിരിക്കണമേ. കർത്താവേ, ഞങ്ങളോട് തിരുമള്ളി ചെയ്യണമേ. ഞങ്ങളുടെ സഹായത്തിന് തുണയ്ക്ക് നീ വന്ന് ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ. ദൈവമേ, ഞങ്ങളുടെ പ്രാർത്ഥനകളും അപേക്ഷകളും കൈക്കൊണ്ട് കഠിനാതരങ്ങളായ സലശിക്ഷകളും കോപത്തിന്റെ വടികളും നിന്റെ കാരുണ്യത്താൽ ഞങ്ങൾ നീക്കി മായ്ച്ചു കളയണമേ. സമാധാനത്തിന്റെ മനുഷ്യർക്കുണ്ടാകുന്ന നല്ല അവസാനത്തിന് ഞങ്ങളെല്ലാവരെയും യോഗ്യതയുള്ളവരാക്കണമേ. നീ സ്നേഹിക്കുന്നതും നിന്റെ ദൈവത്വത്തിന് ചേർച്ചയുള്ളതും പ്രസാദമുള്ളതുമായ ക്രിസ്തീയ പൂർണ്ണത ഞങ്ങൾക്ക് സൗജന്യം ചെയ്യണമേ. നിനക്ക് സ്തുതിയും സ്തോത്രവും എല്ലായ്പ്പോഴും ഞങ്ങൾ കനേറ്റുകൊള്ളുന്നു, ആയതിപ്പോഴും സദാകാലത്തേക്കും തന്നെ. തന്റെ ആടുകൾക്ക് വേണ്ടി ജീവനെ വെച്ചവനായ ഉത്തമയുടേനായുള്ളവേ, നിനക്ക് സ്തുതി, നിനക്ക് സ്തോത്രം. മണ്ണിൽ നിന്നുള്ള നിന്ദ്യമായ മൺകട്ട ഞാനായിരിക്കെ നിന്റെ ദൈവിക രഹസ്യങ്ങളുടെ ശുശ്രൂഷയ്ക്ക് എന്നെ യോഗ്യനാക്കി തീർക്കുകയും മേലുള്ള ഉന്നതങ്ങളിൽ നിന്റെ ശ്രേഷ്ഠത്തെ സ്തുതിക്കുന്ന ക്രോബന്മാരോടും നിനക്ക് കാതീശ് പാടുന്ന ശ്രാപ്പന്മാരോടും കൂടെ നിനക്ക് സ്തുതിക്കുവാൻ എനിക്ക് നീ കൃപ നൽകുകയും ചെയ്തിരിക്കുന്നുവല്ലോ. കണ്ടാലും അഗ്നിമയമായ സ്ഥലത്തും അഗ്നിജ്വാലയുടെ സിംഹാസനത്തിന് മുൻപാകുകയും ഞാൻ നിന്ന് നിന്റെ ജനത്തിന് പാപരിഹാരവും നിന്റെ സകല സൃഷ്ടിക്കും മോചനവും യാചിക്കുന്നു. കർത്താവേ, ദുഷ്ടക്കാരുടെ മുൻപാകെ നിന്റെ സമൃദ്ധിയുള്ള ഉണ്ണാരത്തെ നീ തുറന്നുകൊടുക്കണമേ. നിന്റെ ഇടവിലെ ആടുകൾ മേൽ നിന്റെ നന്മകളെ നീ ചൊരിയണമേ. കടക്കാരുടെ കടച്ചീട്ടിനെ നീ കീറിക്കളയണമേ. പാപികളുടെ കുറ്റങ്ങളെ ക്ഷമിക്കണമേ. ഞങ്ങൾ ചെയ്തു പോയിരിക്കുന്ന അകൃത്യങ്ങളെ നിന്റെ ഓർമ്മയിൽ മായ്ച്ചു കളയണമേ. കാണാതെ പോയവർ നീ മുഖാന്തരം തിരിച്ചു വരികയും നിന്റെ മുൻപാകെ ഒരുമിച്ച് കൂടുകയും ചെയ്യണമേ. കർത്താവേ, നിന്റെ കൃപയിൽ ശരണം വെച്ചുകൊണ്ട് ഞങ്ങളുടെ മുൻപാകെ വയ്ക്കപ്പെട്ടിരിക്കുന്ന ഈ സ്തോത്ര കാഴ്ചകളോടുകൂടി നിന്റെ അടുക്കിലേക്ക് ഞങ്ങൾ അടുത്ത് വന്നിരിക്കുന്നു. നിന്റെ പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്ന് ഞങ്ങളുടെ കുർബാനകളിൽ പ്രസാദിച്ചവയെ ശുദ്ധീകരിക്കുകയും ഞങ്ങളുടെ അന്യായത്തിൽ ഞങ്ങളെ പുണ്യപ്പെടുത്തുകയും നാശമില്ലാത്ത എങ്കിൽ ഞങ്ങളെ ധരിപ്പിക്കുകയും നിന്റെ മോക്ഷത്തിലുള്ള ആനന്ദത്തിന് ഞങ്ങളെ യോഗ്യരാക്കുകയും ചെയ്യുമാറാകണമേ. ഞങ്ങൾ നിനക്കും നിന്റെ പിതാവിനും പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും കരേറ്റുവാനായിട്ട് തന്നെ കടങ്ങൾക്ക് പരിഹാരവും പാപങ്ങൾക്ക് വിമോചനവും എന്നേക്കും ദൈവത്തിങ്കൽ നിന്ന് നാം പ്രാപിക്കുമാറാകാം. ബലഹീനരും പാപികളുമായ നാം ഉത്തരമായി ആമേനെന്ന് പറയണം. പരിശുദ്ധനായ പിതാവ് പരിശുദ്ധനാകുന്നു. പരിശുദ്ധനായ പുത്രനും പരിശുദ്ധനാകുന്നു. ജീവനും വിശുദ്ധിയുമുള്ള ഏകറൂഹായും പരിശുദ്ധനാകുന്നു. ജ്ഞാനം വിളിച്ചു പറയുന്നു, നാം എല്ലാവരും ഭംഗിയോടെ നിന്ന് വന്യപിതാവിന്റെ പിന്നാലെ ചെല്ലണം. പിതാവായ സർവശക്തനായ ആകാശത്തിന്റെയും ഭൂമിയുടെയും പ്രാർത്ഥനമായ ദൈവത്തിന്റെ ഏകാപുത്രനും സർവ്വലോകമേലാവശ്യം
പ്രകാശം സദൈവം ജനിച്ച ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട് സ്വർഗ്ഗത്തിലേക്കും അവസാന രാജ്യത്തിലുള്ളവനും ജീവിച്ചിരിക്കുന്നവരെ വിശ്വസിക്കുന്നു. സകലത്തെയും ജീവിപ്പിക്കുന്ന കർത്താവും സംസാരിച്ചതുമായ ജീവനും വിശ്വസിക്കുന്നു. പാപമോചനത്തിനുള്ള മാമോദീസ Barcamos también galos. എല്ലാവർക്കും ഇരിക്കാം. ഈ ദിവസങ്ങളിൽ ജന്മദിനം, വിവാഹ വാർഷികം ആഘോഷിക്കുന്നവരുണ്ടെങ്കിൽ സ്തോത്ര പ്രാർത്ഥനയ്ക്കായിട്ട് മുന്നോട്ട് വരാവുന്നതാണ്. പിതാവേ, അവിടുത്തെ എല്ലാ അനുഗ്രഹങ്ങൾക്കായി കൃപകൾക്കായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. ആയുസ്സിൻ്റെ ഇടവനായ ദൈവമേ, ഞങ്ങളെ സൃഷ്ടിച്ച് ലോകത്തിലാക്കിയിരിക്കുന്നു. തിരുവിതപ്രകാരം ദിവ്യവിചാരണയിൽ അനുദിനം അനുനിമിഷം അവിടെ ഞങ്ങളെ പരിപാലിക്കുന്നു. കഴിഞ്ഞ കാലങ്ങളിൽ ഞങ്ങളോട് കൂടെ ഞങ്ങളെ അനുഗ്രഹിച്ച ദൈവം വരും കാലങ്ങളിൽ ഞങ്ങളെ വഴി നടത്തുവാൻ മതിയായവനായി കൂടെ ഉണ്ട് എന്ന് പരിപൂർണമായി വിശ്വസിപ്പാൻ ഞങ്ങൾക്ക് ഇടയാക്കി തീർക്കണമേ. അവിടുത്തെ കൃപയാലും കരുണയാലും ഒരു വർഷത്തിൻ്റെ അവസാന സമയങ്ങളിലേക്ക് നീ ഞങ്ങളെ കൂട്ടിക്കൊണ്ടു വന്നിരിക്കുന്നു. പുതുവത്സരത്തിലേക്ക് പ്രവേശിപ്പാനായിട്ട് ഒരുങ്ങുമ്പോൾ സ്വർഗീയ വാഴ്വുകൾ നൽകി നീ ഞങ്ങളെ പരിപാലിക്കണമേ. പ്രത്യേകം ഈ സമയത്ത് ഞങ്ങളുടെ ആയുസ്സിൽ ഒരു വർഷം കൂടി പിന്നിട്ട് നന്ദിയോടെ സ്തോത്രത്തോടും തിരുസന്നിധിയിലെടുത്ത് വന്നിന് മുഴങ്കാലുകൾ മടക്കിയിരിക്കുന്ന ഈ പ്രിയപ്പെട്ടവർക്കായിട്ട് ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, കഴിഞ്ഞ ഒരു വർഷം ജീവിതത്തിൻ്റെ കഴിഞ്ഞ കാലങ്ങളിൽ വ്യത്യസ്ത ജീവിത സാഹചര്യങ്ങളിലും അനുഭവങ്ങളിലും അവിടുന്ന് കൂടെ ഇരുന്ന് വഴി നടത്തി കൃപകൾ എത്രയോ വിടേറുന്ന് ഓർക്കുവാൻ ഈ അനുഗ്രഹീത സന്ദർഭം ആരാധനാ സമയം എൻ്റെ മക്കൾക്ക് നൽകിയതിനായിട്ട് ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. ഞങ്ങളിപ്പോൾ പ്രാർത്ഥനയിൽ ഓർത്തതുപോലെ മണ്ണിൽ നിന്നുള്ള നിന്ദ്യമായ മൺകട്ട ഞങ്ങളായിരിക്കെ ദൈവീയ രഹസ്യങ്ങളിലും ദിവ്യ ശുശ്രൂഷകളൊക്കെ പങ്കാളികളാകുവാൻ നീ ഞങ്ങൾക്ക് ഭാഗ്യവും പദവിയും ഒരുക്കിയിരിക്കുന്നതിനായിട്ട് സ്തോത്രം. അവരുടെ പ്രയത്നങ്ങളെ നീ മേൽക്കുമേൽ അഭിവൃദ്ധിപ്പെടുത്തണമേ. പുതുവത്സരം അനുഗ്രഹത്തിൻ്റെ വർഷമാക്കി നിൻ്റെ മക്കൾക്ക് തീർക്കണമേ എന്ന് പ്രാർത്ഥിക്കും. കുടുംബജീവിതത്തിൻ്റെയും പുതുവത്സരത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്നവർക്ക് വേണ്ടി ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നു. കുടുംബജീവിതം ജീവിതത്തിൽ സാന്ദർഭികമായിട്ട് സംഭവിച്ചല്ല, അവിടുത്തെ ദിവ്യ വിചാരണയിലായിരിക്കുന്ന ബോധ്യത്തോടുകൂടി കർത്താവിനോട് ചേർന്ന് അർത്ഥവത്വം അനുഗ്രഹമായിട്ട് ജീവിതം നയിപ്പാൻ പുതുവത്സരത്തിലും ആയുസ് എന്നാളൊക്കെ എൻ്റെ മക്കൾക്ക് ഇടയാക്കിക്കൊള്ളണമേ എന്ന് ഞങ്ങൾ നിന്നോട് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ തിരിഞ്ഞു നോക്കുമ്പോൾ നീ നന്മയുള്ള കാലങ്ങളെയും അനുഗ്രഹകരമായിട്ടുള്ള ആണ്ടുകളെയും നൽകി തന്ന് കഴിഞ്ഞ കാലങ്ങളിൽ ഞങ്ങളെ പരിപാലിച്ച ദൈവമാകുന്നു. നിന്നുള്ള അചഞ്ചലമായ വിശ്വാസത്താൽ ആയുസ് എന്നാളൊക്കെയും അവിടുന്ന് ഞങ്ങളെ കുടുംബങ്ങളായി വ്യക്തികളായി പരിപാലിച്ച് വഴി നടത്തിക്കൊള്ളണമേ. കുന്നംകുളം സെൻറ്റർ ആയിട്ട് ഞങ്ങൾക്ക് ഈ ദിവസങ്ങളിലൊക്കെ ദൈവവചനം കുടിവന്ന് കേൾക്കുവാൻ അവിടുന്ന് ഇടയാക്കിയല്ലോ. പുതുവത്സരത്തിലേക്ക് ഞങ്ങൾ പ്രവേശിപ്പാനായിട്ട് ഒരുങ്ങുമ്പോൾ ഈ സമാപന കുടിവരവിൽ നിൻ്റെ കൃപ ധാരാളമായി നൽകി തന്ന് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നിന്നോട് ചേർന്ന് അർത്ഥവത്വം അനുഗ്രഹമായിട്ട് ജീവിതം പുതുവത്സരത്തിനും ആയുസ്സൻ നാളൊക്കെ നയിപ്പാൻ കൃപ ചെയ്യണമേ. ഇതിൻ്റെ മക്കളെ ആശീർവദിക്കണേ. ഞങ്ങളെ ഓരോരുത്തരെയും കൃപയിൽ കാക്കണമേ. വരുവാൻ കഴിയാഞ്ഞവരായിരിക്കുന്ന ഞങ്ങൾ കൃപയിൽ കാക്കണമേ. തുടർന്നുള്ള ശുശ്രൂഷയിലും കൃപ കൂടെ ഇരിക്കണമെന്ന് യേശുരാൻ്റെ നാമത്തിൽ യാചിക്കുന്ന കൃപയോടെ കേൾക്കുമാറാകണമേ. ആമേൻ. ും
സെൻട്രൽ കൺവെൻഷൻ ഗീതങ്ങളിൽ 42ാമത്തെ ഗീതം പാടുന്ന സമയത്ത് സ്തോത്രകാഴ്ച സമർപ്പിക്കാവുന്നതാണ്. സോങ് നമ്പർ 42. പിതാവേ, നാഥൻ നടത്തിയ വഴികളെയും നാഥൻ ചെയ്ത നന്മകളെയും ഓർത്ത് തിരുസന്നിധിയിൽ സ്തുതി സ്തോത്രങ്ങൾ അർപ്പിക്കുവാൻ ലഭിക്കുന്ന അനുഗ്രഹീത അവസരങ്ങൾക്കായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. അവിടെ നൽകിയിട്ടുള്ള വകയിൽ സന്തോഷത്തോടെ അർപ്പിച്ചിരിക്കുന്ന ആളുടെ ഈ കാഴ്ചകൾ അബേലിൻ്റെ ബലി പോലെ അങ്ങ് സ്വീകരിക്കണമേ. ഞങ്ങളെയും ഞങ്ങൾക്കുള്ളേയും ഞങ്ങളുടെ പ്രയത്നങ്ങളെയും തിരുസന്നിധിയിൽ അർപ്പിക്കേണ്ട ഒരാളുമായിട്ട് ഈ കാഴ്ചകളെ സ്വീകരിക്കുകയും ഞങ്ങളെയും ഞങ്ങൾക്കുള്ളേയും ഞങ്ങളുടെ പ്രയത്നങ്ങളെയും അനുഗ്രഹിച്ച് ആശീർവദിക്കണമെന്ന് യേശുവിന്റെ നാമത്തിൽ യാചിക്കുന്ന കൃപയോടെ കേൾക്കുമാറാകണമേ. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 11-ാം അധ്യായത്തിൻ്റെ 28-ാമത്തെ വാക്യം. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 11-ാം അധ്യായം 28-ാം വാക്യം. അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ എല്ലാവരും എൻ്റെ അടുക്കൽ വരുവീൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. ദൈവം തൻ്റെ കരുണയാലും കൃപയാലും നമ്മുടെ ഈ സെൻട്രൽ കൺവെൻഷൻ്റെ സമാപന കുടിയൊരവിലേക്ക് നമ്മെ കൂട്ടിക്കൊണ്ടു വന്നിരിക്കുന്നു. ഒരു വർഷത്തിൻ്റെ അവസാന ദിവസങ്ങളാകുന്നു നമുക്ക് ഈ വർഷപ്രാരം കുടിയൊരുവാൻ സാധിച്ചിരിക്കുന്നു. പുതുവർഷത്തിലേക്ക് പ്രവേശിപ്പാൻ നാം ഒരുങ്ങുകയാണ്. സഭയായി ഇന്ന് ചിന്തിക്കുന്നതായുള്ള വിഷയം, അതുമായിട്ട് ബന്ധപ്പെട്ട വേദഭാഗങ്ങളാണ് ഇന്നിവിടെ വായിച്ച് കേട്ടത്. 1ഉം 2ഉം പാഠങ്ങളും ലേഖനവും സുവിശേഷവും. 1-ാം പാഠം ശമൂവേൽ പ്രവാചകൻ്റെ 1-ാമത്തെ പുസ്തകം 7-ാം അധ്യായത്തിൽ നിന്നാണ് വായിച്ചത്. 1 മുതൽ 12 വരെയുള്ള വാക്യങ്ങളാണ് നാം വായിച്ച് കേട്ടത്. 12-ാമത്തെ വാക്യം, പിന്നെ ശമൂവേൽ ഒരു കല്ലെടുത്ത് മിസ്പയ്ക്കും ശേനിനും മധ്യേ നാട്ടി, ഇത്രത്തോളം യഹോവ നമ്മെ സഹായിച്ചു എന്ന് പറഞ്ഞ് അതിന് ഏബൻ ഏസർ എന്ന് പേരിട്ടു.
ഓരോ വർഷവും നമ്മുടെ ജീവിത പന്താവിൽ പിന്നിടുമ്പോൾ പുതുവത്സരത്തിലേക്ക് പ്രവേശിപ്പാനായിട്ട് നാം ഒരുങ്ങുമ്പോൾ നമ്മെ എപ്പോഴും ഓർപ്പിക്കുന്നതായുള്ള ചിന്താശകുലമാണിത്. ഇത്രത്തോളം യഹോവ നമ്മെ സഹായിച്ചു. സുവിശേഷ വേദഭാഗത്ത് നാം ശ്രമിച്ചതുപോലെ അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവർ എല്ലാവരും എൻ്റെ അടുക്കൽ വരും, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. ശമൂവേൽ പ്രവാചകൻ്റെ പുസ്തകത്തിലെ 1-ാം പുസ്തകത്തിലെ 7-ാം അധ്യായത്തിൻ്റെ പശ്ചാത്തലം വായിച്ച ഭാഗത്ത് വളരെ വ്യക്തമായിരുന്നു. ഫെലിസ്ത്യരുമായിട്ട് ഇസ്രായേൽ ജനം യുദ്ധത്തിന് പോകുമ്പോൾ 20 വർഷങ്ങളിലെ നീണ്ട പരാജയത്തിൻ്റെ അനുഭവങ്ങൾ മാത്രമായിരുന്നു അവർക്കുണ്ടായിരുന്നു. ഇനിയും വിജയം ജീവിതത്തിൽ സാധ്യമല്ല എന്ന് ചിന്തിച്ച ഒരു ജനതയുടെ ദുഃഖത്തിൻ്റെ കഥന അവർ ശമൂവേൽ പ്രവാചകൻ്റെ അടുക്കൽ ചെന്ന് പറയുന്നു. ഈ ഫെലിസ്ത്യരുമായിട്ട് 20 വർഷം യുദ്ധം ചെയ്തിട്ട് തോൽവിയുടെ അനുഭവം, പരാജയങ്ങൾ മാത്രമാണുള്ളത്. അപ്പോൾ ശമൂവേൽ പ്രവാചകൻ പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് വേണ്ടി ആത്മതപനം ചെയ്യും, പ്രാർത്ഥിക്കും. അപ്പോൾ ഫെലിസ്ത്യ മല്ലന്മാരുടെ പോർവിളി അങ്ങ് ദൂരെ കേൾക്കുന്നു. ഇസ്രായേൽ ജനം യുദ്ധത്തിനായിട്ട് ശമൂവേൽ പ്രവാചകൻ്റെ പ്രാർത്ഥനയുടെ പിൻബലത്തിൽ യുദ്ധത്തിനായിട്ട് പോവുകയും അവർക്ക് വലിയ വിജയമുണ്ടാകുകയും ചെയ്തു. അവർ തിരിച്ചു വന്ന് ലഭിച്ച വിജയത്തിൻ്റെ കഥ ശമൂവേൽ പ്രവാചകനോട് പറയുമ്പോൾ ആ നിന്ന സ്ഥലം മിസ്പയ്ക്കും ഷേനും മധ്യേ ഉള്ള ഒരിടമായിരുന്നു. ആ ഇടത്തിൽ ഷേനും മിസ്പയ്ക്കും മധ്യേ ഒരു കല്ല് എടുത്ത് നാട്ടി, ഇത്രത്തോളം യഹോവ നമ്മെ സഹായിച്ചു എന്ന് പറഞ്ഞ് ശമൂവേൽ പ്രവാചകൻ അവർക്ക് ലഭിച്ചതായുള്ള വിജയത്തിൻ്റെ തിരിഞ്ഞുനോട്ടത്തിൻ്റെ കഴിഞ്ഞ കാലങ്ങളിലെ ദൈവിക നടത്തിപ്പുകളെ ഓർക്കുകയും ഭാവിയിലേക്ക് ദൈവത്തോട് ചേർന്ന് ജീവിപ്പാനായുള്ള സമർപ്പണത്തിൻ്റെയും അനുഭവമായിരുന്നത്. 2024 ചരിത്രത്തിൻ്റെ ഭാഗമാകുമ്പോൾ നമ്മുടെ ജീവിതക്രമത്തിൽ ഒരു വർഷം പിന്നിടുമ്പോൾ പുതുവർഷത്തിലേക്ക് പ്രവേശിപ്പാനായിട്ട് ഒരുങ്ങുമ്പോൾ ദൈവസഹായത്തിൻ്റെ സ്മാരക ശിലകൾ ജീവിതത്തിൽ രൂപപ്പെടുത്തേണ്ടുന്നത് ആവശ്യം. അപ്രകാരം ഈ കൂടിയൊരു സെൻറ്ററായിട്ട് നമുക്കൊരു വലിയ അവസരമാണ് ഈ വർഷത്തെ കൺവെൻഷനിലൂടെ നമുക്ക് ലഭിച്ചത്. കഴിഞ്ഞ ദിവസങ്ങളിൽ ദൈവം അനുഗ്രഹമായിട്ടുള്ള വചനങ്ങൾ നമുക്ക് നൽകി. കഴിഞ്ഞ രാത്രിയിൽ ജോർജ് മാത്യുച്ചനിലൂടെ ദൈവം അനുഗ്രഹമായിട്ട് നമ്മോട് സംസാരിച്ചു. ഇന്ന് ആരാധനയെ തുടർന്ന് പ്രഭാഷണം ജോർജ് മാത്യുച്ചൻ്റെ പ്രസംഗം കേൾക്കുവാനായിട്ട് സാധിക്കും. ദൈവത്തിൻ്റെ മുൻപിൽ നമ്മെ തന്നെ സമർപ്പിക്കുന്ന അവസരമായി തീരട്ടെ. നാം സത്യമായിട്ട് നമ്മുടെ പാപങ്ങളെ ദൈവസന്നിധിയിൽ ഏറ്റു പറയുന്നുവെങ്കിൽ അവൻ നമ്മുടെ പാപങ്ങളെ ക്ഷമിച്ച് തൻ്റെ മക്കളും അവകാശികളുമാക്കി തീർക്കുമെന്നുള്ളത് കർത്താവിൻ്റെ വാഗ്ദാനമാണ്. ആ വാഗ്ദാനത്തിൽ ആശ്രയിച്ചാണ് ഓരോ വിശുദ്ധ കുർബാന ശുശ്രൂഷയിലും കുമ്പസാരത്തിൻ്റെ പ്രാർത്ഥന ചൊല്ലി നാം കർത്താവിൻ്റെ തിരുശരീരവും തിരുരക്തവും ഭക്ഷിക്കുകയും പാനം ചെയ്യുവാൻ ഒരുങ്ങുന്നത്. യേശു പറഞ്ഞു, ഞാൻ ജീവൻ്റെ അപ്പമാകുന്നു. 6-ാം അധ്യായം 48-ാമത്തെ വാക്യം യോഹന്നാൻ എഴുതിയ സുവിശേഷം. ഏറ്റവും ചെറിയ വാക്യങ്ങളിലൊന്നാണ് ഐ ആം ദി ബ്രെഡ് ഓഫ് ലൈഫ്, ഞാൻ ജീവൻ്റെ അപ്പമാകുന്നു. മരുഭൂമി അൾത്താരയാക്കി മാറ്റിയതായിട്ടുള്ള കർത്താവ് അവിടെ കൂടി വന്നതായുള്ള ജനത്തോട്, ശിഷ്യന്മാരോട് 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ച ശേഷം പറയുന്നു, നിങ്ങൾക്ക് വേണ്ടി നുറുക്കപ്പെട്ട അപ്പം എൻ്റെ ശരീരമാണ്. എന്നെ തിന്നുന്നവൻ എൻ മൂലം ജീവിക്കും. ഞാൻ ജീവൻ്റെ അപ്പമാകുന്നു. നിങ്ങൾക്ക് വേണ്ടി നുറുക്കപ്പെട്ടത് എൻ്റെ ശരീരമാണ് എന്ന് യേശു അവരോട് പറഞ്ഞ ശേഷമാണ് മരുഭൂമി അൾത്താരയാക്കി മാറ്റിയ കർത്താവ് ആ വിശുദ്ധ ശുശ്രൂഷയിൽ തനിക്ക് താൻ നൽകിയതായിട്ടുള്ള അപ്പം തൻ്റെ ശരീരമാകുന്നെന്ന് ഓർമ്മപ്പെടുത്തലാണ് അവിടെ നൽകുന്നത്. അങ്ങനെ ജീവൻ്റെ അപ്പമായിട്ടുള്ള കർത്താവിനെ ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ചെയ്യുന്നതായുള്ള ആ കർത്താവിനെ സ്വീകരിക്കുന്നതായുള്ള സന്ദർഭമാണല്ലോ ഒരു വിശുദ്ധ കുർബാന ശുശ്രൂഷയുടെ സംബന്ധിപ്പ്. ദൈവരാജ്യ വിരുന്നാണ് എന്ന് യേശു ഈ ജനത്തെ, ഈ ശിഷ്യന്മാരെ ഓർമ്മിപ്പിക്കുകയായിരുന്നു. ദൈവരാജ്യ വിരുന്നാണ് വിശുദ്ധ കുർബാന എന്ന് പറയുന്നത്. കുർബാന എന്നുള്ള വാക്കിൻ്റെ അർത്ഥം യാഗം, അർപ്പണം, ഈ 2 അർത്ഥങ്ങൾ അതിന് നൽകുന്നുണ്ട്. ഒരേ സമയം തന്നെ യാഗം അർപ്പിക്കുന്നവനും യാഗവുമായി തീരുന്നതായുള്ള കർത്താവിനെയാണ് ഇത് ഓർമ്മിപ്പിക്കുന്നത്. ഒരേ സമയം തന്നെ യാഗം അർപ്പിക്കുന്നവനും സ്വയം യാഗമായി തീരുന്ന കർത്താവിനെയാണ് വിശുദ്ധ കുർബാന എന്ന് സ്മരിപ്പിക്കുന്നത്. ദൈവത്തിൻ്റെ യേശു തൻ്റെ പുത്രനെ ഈ ലോകത്തിലേക്ക് അയച്ച് ക്രൂശിൽ പരമയാഗമായിട്ട് അർപ്പിച്ചതിൻ്റെ ഓർമ്മപ്പെടുത്തൽ ആയിരിക്കുമ്പോൾ തന്നെ വിശ്വാസിയുടെ സമർപ്പണവും ഇതിൽ നിന്ന് പ്രതീക്ഷിക്കുകയാണ്. വിരുന്ന് എന്നുള്ള പദം സുവിശേഷങ്ങളിൽ നമ്മൾ വായിക്കുമ്പോൾ അവിടെ വ്യത്യസ്തമായുള്ള അർത്ഥതലങ്ങളിലാണ് വിരുന്ന് എന്നുള്ളത് ഉപയോഗിക്കുന്നത്. കേവലം ഭക്ഷണമേശയിൽ ഒരു പങ്കുവയ്ക്കൽ എന്നുള്ള അർത്ഥത്തിൽ മാത്രമല്ല വിരുന്ന് എന്നുള്ളത് സുവിശേഷങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. യേശു തൻ്റെ ശിഷ്യന്മാരോടൊപ്പം പറഞ്ഞു, ഒരു മനുഷ്യൻ വിരുന്നൊരുക്കി വിളിച്ച ആരും ആ സമയത്ത് എത്തിയില്ല.
അപ്പോൾ തൻ്റെ സേവകരോട് പറഞ്ഞു, നിങ്ങൾ വഴിവക്കിലേക്ക് പോയി അവിടെ ഭിക്ഷ യാചിക്കുന്നതായിട്ടുള്ള ആളുകളുണ്ട്, മുടന്തരായിട്ടുള്ള ആളുകൾ, ചെകിടരായിട്ടുള്ള ആളുകൾ, കാഴ്ചയില്ലാത്ത ആളുകളുണ്ട്, വഴിവക്കത്തിരുന്ന് ഭിക്ഷ യാചിക്കുന്ന അല്ലെങ്കിൽ അങ്ങനെയുള്ള പ്രയാസങ്ങളായിരിക്കുന്ന ആളുകൾ, മറ്റുള്ളവരുടെ സഹായം അന്വേഷിക്കുന്നവർ, അവരെ വിളിച്ചുകൊണ്ട് വരുവാൻ പറഞ്ഞു. അവരെ ഈ സേവകർ വിളിച്ചുകൊണ്ട് വന്ന് അവർക്ക് ഭക്ഷണം നൽകുന്നു. വിരുന്ന് എന്നുള്ള വാക്കിന് സുവിശേഷത്തിൽ യേശു പഠിപ്പിച്ചതായുള്ള ഉപമയിലൂടെ നൽകുന്ന അർത്ഥം ഇടമില്ലാത്തവന് ഇടം നൽകുക എന്നാണ് അതിൻ്റെ അർത്ഥം. ഇടമില്ലാതെ വഴിവക്കിലിരിക്കുന്നവനെ വിളിച്ചുകൊണ്ട് വന്ന് അവന് വിശക്കുന്നവന് അവിടെ ഇടം നൽകുക, ഭക്ഷണം നൽകുക എന്ന ഒരർത്ഥം വിരുന്നിന് ഉണ്ട്. ഇടമില്ലാത്തതിന് ഇടം നൽകുന്നതാണ്. അതോടൊപ്പം തന്നെ അനുരഞ്ജനമാണ് ഈ വേറൊരർത്ഥം വിരുന്ന് എന്നുള്ള പദത്തിന് നൽകുന്നത്. നമുക്കറിയാം, രാഷ്ട്രത്തലവന്മാർ ഉടമ്പടികളിൽ ഒപ്പുവെക്കുന്നത് എപ്പോഴാണ്, എവിടെ വെച്ചാണ് എന്ന് ചോദിച്ചാൽ വിരുന്ന് മേശയിലാണ് സാധാരണയായി നടക്കുക. രാജ്യത്തലവന്മാർ, രാഷ്ട്രത്തലവന്മാർ വിരുന്ന് മേശയിൽ ഒരുമിച്ചിരുന്ന ഉടമ്പടികളിൽ ഒപ്പുവെച്ച ശേഷം ആ വിരുന്ന് മേശയാണ് അതിനിടമായി മാറ്റപ്പെടുന്നത്. അതുകൊണ്ട് ഇത് അനുരഞ്ജനത്തിൻ്റെയും ഉടമ്പടിയുടെയും സന്ദർഭമാണ്. ഓരോ വിശുദ്ധ കുർബാനയിൽ നിന്ന് നാം സംബന്ധിക്കുമ്പോൾ, ഈ വിരുന്നിൽ നാം പങ്കുചേരുമ്പോൾ ദൈവവും നാമുമായിട്ടുള്ള ഒരു ഉടമ്പടി യേശു ക്രിസ്തുവിലൂടെ നാം വയ്ക്കുകയാണ്. നാം പറയും, വാക്കിലും പ്രവർത്തനങ്ങളിലും ചിന്തകളിലും ഞാൻ പിഴച്ചു എന്നൊക്കെ പ്രസാരത്തിൻ്റെ പ്രാർത്ഥനയിൽ നാം ചൊല്ലും. ഇനിയും കർത്താവുമായുള്ള ബന്ധത്തിൽ നിലനിൽക്കുവാനായുള്ള ഉടമ്പടിയുടെ ഒരു സന്ദർഭം കൂടിയാകുന്നത്. ഇടം നൽകുക, ഉടമ്പടി വയ്ക്കുക, ദൈവമായിട്ടുള്ള ഉടമ്പടി, അനുരഞ്ജനത്തിൻ്റെ അനുഭവം. പക്ഷിശാസ്ത്രം നാം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. സായം സന്ധ്യയിൽ ആകാശത്തിലേക്ക് നോക്കുമ്പോൾ അർത്ഥവൃത്താകൃതിയിൽ പറന്നു പോകുന്നതായുള്ള പക്ഷിവൃന്ദങ്ങളെ നമുക്ക് കാണുവാൻ സാധിക്കും. പക്ഷിശാസ്ത്രം പറയുന്നത് എങ്ങനെയാണ് ശലോമോൻ പോലും അതിശയിച്ചല്ലോ, ഈ പക്ഷികൾ എങ്ങനെയാണ് ഇതിൻ്റെ രാജാക്കന്മാരില്ലാതെ നേതൃത്വമില്ലാതെ ഇങ്ങനെ അർത്ഥവൃത്താകൃതിയിൽ നിരനിരയായിട്ട് പറന്നു പോകുന്നത് എന്ന് ശലോമോൻ സദൃശവാക്യങ്ങളിൽ തൻ്റെ അത്ഭുതം കോരുന്നുണ്ട്. അതിൻ്റെ മുൻപിൽ ഒരു പക്ഷി അതിന് നേതൃത്വം നൽകിക്കൊണ്ട് പറക്കുന്നുണ്ട്. അത് നമുക്ക് താഴെ നിന്ന് മനസ്സിലാക്കുവാൻ സാധ്യമല്ല. ആ പക്ഷിക്ക് ചുറ്റുമാണ് അർത്ഥവൃത്താകൃതിയിൽ ഈ പക്ഷി വൃന്ദം പറന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഒരു പക്ഷിശാസ്ത്രത്തിൽ പറയുന്നത്, ഈ മുൻപിൽ പോകുന്ന നേതൃത്വം നൽകുന്നതായിട്ടുള്ള പക്ഷിക്ക് ഏതെങ്കിലും അപകടം ഉണ്ടായാൽ, അപകടക്കെണിയിൽപ്പെട്ടാൽ, വേട്ടക്കാരൻ്റെ കൈകളിൽപ്പെട്ടാൽ, അല്ലെങ്കിൽ വൈദ്യുതി കമ്പിയിൽ തട്ടി ജീവൻ നഷ്ടപ്പെട്ടാൽ, തങ്ങൾക്ക് വഴികാട്ടിയായി തീർന്ന ഈ പക്ഷിക്ക് അവർ പിന്നീട് മറ്റു പക്ഷികൾ പോയി ഇടിക്കുന്ന മരക്കൊമ്പുകളിൽ പ്രധാന ഇടം നൽകുമായിരുന്നു. തങ്ങൾക്ക് മുന്നമേ പറന്നു പോയി തങ്ങളുടെ ജീവൻ രക്ഷിച്ചതായുള്ള നേതൃത്വം നൽകിയതായിട്ടുള്ള ഈ പക്ഷിക്ക് തങ്ങളിരിക്കുന്നതായുള്ള മരക്കൊമ്പിൽ ഒരിടം നൽകിയ ശേഷം മാത്രമേ മറ്റു പക്ഷികൾ ഇരിക്കാറുള്ളൂ എന്നാണ് പക്ഷിശാസ്ത്രം പറയുന്നത്. സി രാധാകൃഷ്ണൻ്റെ മുൻപേ പറക്കുന്ന പക്ഷി എന്നുള്ള പുസ്തകത്തിൽ അത് അപ്രകാരം വർണ്ണിക്കുന്നുണ്ട്. നമുക്ക് മുന്നമേ നമുക്ക് ജീവൻ നൽകുവാൻ വേണ്ടി, സമൃദ്ധിയായ ജീവൻ നൽകുവാൻ വേണ്ടി ജീവൻ വെടിഞ്ഞ ക്രൂശിൽ പരമയാഗമായി തീർന്ന കർത്താവിനെ അനുസ്മരിക്കുന്നതാണ് വിശുദ്ധ കുർബാന എന്ന വിരുന്ന്. ഈ വിരുന്നിൽ നാം സംബന്ധിക്കുമ്പോൾ യേശുക്രിസ്തുവിന് നമ്മുടെ ജീവിതത്തിൽ പ്രധാന ഇടം നൽകുവാൻ തക്കവണ്ണം കഴിയുക എന്നുള്ളത് പ്രധാനമായിട്ടുള്ള സംഗതിയാണ്. നമ്മുടെ വചനങ്ങളിൽ മനോഹരമായുള്ള വാചകം എഴുതി വെച്ചിട്ടുണ്ട്. ക്രൈസ്റ്റ് ഈസ് ദ ഹെഡ് ഓഫ് ദിസ് ഹൗസ്, ദി അൺസീൻ ഗസ്റ്റ് അറ്റ് എവരി മീൽ, ദി സൈലന്റ് ലിസണർ ടു എവരി കോൺവെർസേഷൻ. ക്രിസ്തു വീടിൻ്റെ നായകനാണ്, ഭക്ഷണമേശയിലെ കാണപ്പെടാത്ത അതിഥിയാണ്, സംസാരവേളയിൽ അറിയപ്പെടാത്തതായുള്ള ശ്രോതാവാണ്. യേശു നമ്മുടെ ജീവിതത്തിൽ, ക്രിസ്തു നമ്മുടെ ഭവനത്തിൽ കാണപ്പെടാത്ത അതിഥിയായി, പ്രധാന അതിഥിയായി നമ്മുടെ ജീവിതത്തിൽ നാം സ്വീകരിച്ചിട്ടുണ്ടോ? ദി ഫാക്ട് ഓഫ് ദി റിസൺ ക്രൈസ്റ്റ് ടേൺസ് എവരി കോമൺ ഹൗസ് ഇൻ ടു എ ടെമ്പിൾ. എമ്മൗസിലോട്ട് പോയ ശിഷ്യന്മാരോടൊപ്പം യാത്ര ചെയ്താലുള്ള ഉദ്ധിതനായിട്ടുള്ള കർത്താവ് അവരോടൊപ്പം ആ മുറിയിലേക്ക് പ്രവേശിക്കുകയും അപ്പം നുറുക്കലിൽ പങ്കുചേരുകയും ചെയ്തു. അപ്പം വാഴ്ത്തി നുറുക്കി അവർക്ക് നൽകുന്നു. അപ്പോൾ അവർ അവനെ തിരിച്ചറിഞ്ഞു എന്ന് വിശുദ്ധ ലൂക്കോസ് 24-ാം അധ്യായം പറയുന്നുണ്ട്. അപ്പോൾ അവർ അവനെ തിരിച്ചറിഞ്ഞു. അതുവരെ ഇതാരാണ് ഈ മൂന്നാമതൊരു, നീ ഇതുവരെ ഇതൊന്നും അറിയുന്നില്ല, നിങ്ങൾ ഇതുവരെ ഇതൊന്നും അറിയുന്നില്ലയോ എന്ന് ചോദിക്കുന്ന ഈ അപരിചിതൻ ആരാണ് എന്ന് അതിശയം കൂറി നിൽക്കുന്ന ഈ ശിഷ്യന്മാർ അപ്പം നുറുക്കി കൊടുക്കുമ്പോൾ ആ കരങ്ങൾ, ആണിപ്പഴുത്തുള്ള കരങ്ങൾ അല്ലെങ്കിൽ മുറിവേറ്റ ശരീരം അവർ തിരിച്ചറിയുകയാണ്. ഇത് കർത്താവാണ്. ഓരോ വിശുദ്ധ കുർബാനയും കർത്താവിനെ തിരിച്ചറിയുന്ന, കർത്താവിനെ ജീവിതത്തിൻ്റെ ഭാഗമാക്കി തീർക്കുന്ന, അത് പ്രധാനമായ നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമായി തീരത്തക്കവണ്ണം നമ്മെ സമർപ്പിക്കുന്ന ഒരു സന്ദർഭമായിരിക്കണം. റിമംബറൻസ് എന്നുള്ള വാക്ക് ഞാൻ എപ്പോഴും ഓർപ്പിക്കുകയാണ്. റീമെമ്പർഷിപ്പ് എന്നൊരർത്ഥം അതിനുണ്ട്. ഡു ദിസ് ഇൻ റിമംബറൻസ് ഓഫ് മീ. യേശുക്രിസ്തുവിന് വീണ്ടും ജീവിതത്തിൽ അംഗത്വം നൽകുന്നതാണ് വിശുദ്ധ കുർബാനയിലുള്ള സമർപ്പിപ്പിലൂടെ സാധ്യമായത്.
മാത്രമല്ല ഡിമാൻഡ്സ് ഫ്രം us ദി നെസസിറ്റി ഓഫ് ക്രോസ് ബെയറിങ്. ക്രൂശ് വഹിക്കുവാനായുള്ള നിയോഗം നാം ഏറ്റെടുക്കുന്നതായുള്ള സന്ദർഭമാണ്. ഒരുവൻ എന്നെ അനുഗമിപ്പാനിച്ചാൽ അവൻ തന്നെ താൻ തേച്ച് തൻ്റെ ക്രൂശ് എടുത്തുകൊണ്ട് എന്നെ അനുഗമിക്കുകയാണ്. പരിശുദ്ധാത്മാവാണ് ഓരോ കുദാശയിലെയും കാർമ്മികൻ. പട്ടക്കാരൻ, മേൽപ്പട്ടക്കാരൻ ആ വിശുദ്ധ കുർബാന അണയ്ക്കുമ്പോൾ അതിൻ്റെ പ്രധാന കാർമ്മികനായിത്തീരുന്ന പരിശുദ്ധാത്മാവാണ്. അതുകൊണ്ടാണ് പിന്നെ തുടർന്നുള്ള നമ്മുടെ ശുശ്രൂഷയിൽ പറയും, ഈ അപ്പം നമ്മുടെ കർത്താവായ യേശു മിശിഹായുടെ തിരുശരീരമായിരിക്കാൻ പരിശുദ്ധ റൂഹ ഇതിനെ ശുദ്ധീകരിക്കുമാറാകട്ടെ. വീഞ്ഞ് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ രക്തമായിരിക്കാൻ പരിശുദ്ധ റൂഹ അതിനെ ശുദ്ധീകരിക്കുക. പരിശുദ്ധാത്മാവാണ്, പരിശുദ്ധ റൂഹ ആണ് അത് ശുദ്ധീകരിച്ച് വാഴ്ത്തി നമുക്ക് നൽകുന്നത്. അതുകൊണ്ട് നമ്മെ തന്നെ നിയോഗത്തിന്, പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനത്തിന് വിധേയപ്പെടുത്തുന്ന ഒരു സന്ദർഭം കൂടിയാകുന്നു വിശുദ്ധ കുർബാനയിൽ ഉള്ള സമതിപ്പ്. തീർച്ചയായിട്ടും ഈ വിശുദ്ധ കുർബാനയിൽ നമ്മുടെ ഈ 4 ദിവസത്തെ ദൈവവചന കേൾവിയോട് ചേർന്ന് നാം സംബന്ധിക്കുമ്പോൾ കർത്താവിന് ജീവിതത്തിൽ പ്രധാന സ്ഥാനം നൽകി നമ്മുടെ ജീവിതക്രമത്തെ കൂടുതൽ രൂപപ്പെടുത്തുവാൻ പുതുവത്സരത്തിലേക്ക് പ്രവേശിക്കുമ്പോഴായിരുന്നു പരിശുദ്ധാത്മ നിയോഗം ഏറ്റെടുത്തുകൊണ്ട് മുൻപോട്ട് ജീവിപ്പാൻ നമുക്ക് സാധിക്കണം. ഇപ്പോഴും ഓർമ്മിപ്പിക്കുന്നത് പോലെ നമ്മുടെ ഭവനങ്ങളിൽ പുതുവത്സരത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ധാരാളം തീരുമാനങ്ങൾ നമ്മൾ എടുക്കേണ്ടുന്നതാണ്. ഒന്ന്, വ്യക്തിഗതമായിട്ടുള്ള പ്രാർത്ഥന, പേഴ്സണൽ പ്രെയർ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കണം. അതിന് സമയം വേർതിരിച്ച് നാം പ്രാർത്ഥിക്കണം. രണ്ടാമത്, കുടുംബ പ്രാർത്ഥനയ്ക്ക് നമ്മൾ സമയം വേർതിരിച്ച് എല്ലാ ഭവനങ്ങളിലും രാവിലെയും വൈകിട്ടും സമയം ക്രമീകരിച്ച് എല്ലാവരും ചേർന്ന് ഒരേ വായിലിരുന്ന്, ഒരേ മുറിയിലിരുന്ന്, ഒരേ കട്ടിലിരുന്ന്, ഒരേ സ്ഥാനത്തിരുന്ന് പ്രാർത്ഥിക്കുവാൻ നമുക്ക് സാധിക്കുക എന്നുള്ളത് പ്രധാനമാണ്. എല്ലാ വിശുദ്ധ ശുശ്രൂഷകളിലും പബ്ലിക് വർഷിപ്പ്, പേഴ്സണൽ പ്രെയർ, ഫാമിലി പ്രെയർ ആൻഡ് പബ്ലിക് വർഷിപ്പ്, എല്ലാ വിശുദ്ധ ശുശ്രൂഷയിലും കുടുംബമായി വന്ന് സംബന്ധിക്കുവാനും വിശുദ്ധ കുർബാനയിൽ സംബന്ധിക്കുവാനും സാധിക്കണം. പുതുവർഷത്തിലേക്ക് പ്രവേശിക്കുന്ന പുത്തൻ തീരുമാനങ്ങളുടെ അനുഭവമായി, അവസരമായി തീരട്ടെ. ഈ വചന കേൾവി അതിന് മുഖാന്തരമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമുക്ക് കുമ്പസാരത്തിന് പ്രാർത്ഥനയ്ക്കായിട്ടുള്ള സമയമാകുന്നല്ലോ, അതിനായിട്ട് നമുക്ക് ഒരുങ്ങാം. വിശുദ്ധ കുർബാന സ്വീകരിക്കാനായിട്ട് ഒരുങ്ങി വന്നിട്ടുള്ള എല്ലാവരും യഥാസ്ഥാനങ്ങൾ എഴുന്നേറ്റ് നിന്ന് സഭയെ നിശ്ചയിച്ചിരിക്കുന്ന കുമ്പസാരത്തിൻ്റെ പ്രാർത്ഥന എന്താ ഹൃദയത്തോടു കൂടിയും പൂർണ്ണമായിട്ടുള്ള അർപ്പണത്തോടു കൂടിയും ബഹുമാനപ്പെട്ട പട്ടക്കാരൻ്റെ പിന്നാലെ ഏറ്റുചൊല്ലാം. എൻ്റെ ആയുസ്സിൻ്റെ നാളെല്ലാം നീ പോയ വഴിയേ പോകുവാൻ ആശയോടേശുവേ എന്നെ ഞാൻ ജീവബലിയായി നൽകുന്നേ. ആശയോടേശുവേ എന്നെ ഞാൻ ജീവബലിയായി നൽകുന്നേ. പറക ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ കർത്താവേ നിജ പാപിക്കൂ പ്രേമഹീതത്തെ നീ കാട്ടുക. കർത്താവേ നിജ പാപിക്കൂ പ്രേമഗീതത്തെ നീ കാട്ടുക. സർവശക്തിയുള്ള ബാബാ തമ്പുരാനെ, നിനക്ക് വിരോധമായും ലോകത്തെ രക്ഷിപ്പാനായി തൻ്റെ കൃപയാൽ വിശുദ്ധ കന്യമറിയാമിൽ ജനിച്ച് ഞങ്ങൾക്ക് വേണ്ടി കഷ്ടത അനുഭവിച്ച് മരിച്ച് ഞങ്ങൾക്ക് രക്ഷ നൽകിയ മശിഹാ തമ്പുരാനെ, നിനക്ക് വിരോധമായും സകലത്തെയും ജീവിപ്പിക്കുന്നവനും ആശ്വസിപ്പിച്ച് ശുദ്ധീകരിക്കുന്നവനുമായ പരിശുദ്ധാത്മാവാൻ തമ്പുരാനെ, നിനക്ക് വിരോധമായും ഞാൻ ചെയ്തുപോയ സകല പാപങ്ങളെയും ഏറ്റുപറഞ്ഞ് സങ്കടപ്പെടുന്നു. സത്യമായി അനുദവിക്കുന്നവരെ കൈക്കൊള്ളുമെന്ന് നീ ചെയ്തിരിക്കുന്ന വാഗ്ദാനം ഞാൻ വിശ്വസിച്ച് സകലത്തിലും പിഴച്ചുവെന്ന് ഞാൻ ഏറ്റുപറയുന്നു. വിചാരത്തിലും വചനത്തിലും പ്രവൃത്തിയിലും ഞാൻ പിഴച്ചു. നിന്റെ കൽപ്പനകളെല്ലാം ഞാൻ ലംഘിച്ചു. നിന്റെ ശിക്ഷയ്ക്ക് പാത്രമാവുകയും ചെയ്തിരിക്കുന്നു. കാരുണ്യവാനും കൃപ നിറഞ്ഞവനുമായ കർത്താവേ, ചുങ്കക്കാരനെയും ആ പാപിയായ സ്ത്രീയെയും കുരിശിൽ വച്ച കള്ളനെയും കൈക്കൊണ്ട പ്രകാരം എന്നെയും കൈക്കൊണ്ട് നിന്റെ തിരുവചനത്തിന് തണുപ്പാൻ എന്നെ ആശ്വസിപ്പിക്കണമേ.
കർത്താവേ, ഞാൻ അനുഭവിക്കുന്ന തിരുശരീരവും തിരുരക്തവും എനിക്ക് ശിക്ഷാവിധിക്കും കുറ്റത്തിനുമായി തീരാതെ ജീവനും രക്ഷയ്ക്കുമാക്കി തീർക്കണമേ. ആമേൻ. സത്യമായി അനുദപിച്ച് തങ്ങളുടെ പാപങ്ങളെ ദൈവസന്നിധിയിലേറ്റു പറഞ്ഞിരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരോടും കരുണാസമ്പന്നനായ ദൈവം മനസ്സിലിഞ്ഞ സകല പാപങ്ങളും ക്ഷമിച്ചിരിക്കുന്നു. തന്നോടുള്ള നിരന്തരം കൂട്ടായ്മയിലും പൊതുജീവനം നിലനിൽപ്പാൻ പരിശുദ്ധാത്മാവ് നിങ്ങളെ ശക്തീകരിച്ച് വഴി നടത്തുമാറാകട്ടെ. നമുക്ക് വാത്സല്യമുള്ളവരെ, ഈ ശുശ്രൂഷയെ കളപ്പെടുവാനായി നമ്മോടുകൂടെ നിങ്ങളും പ്രാർത്ഥിപ്പീൻ. പരിപൂർണമായ സ്നേഹവും ഐക്യമത്യവും സമാധാനവും ഞങ്ങൾക്ക് നൽകണമേ. ഞങ്ങൾ നിനക്കും പുത്രനും പരിശുദ്ധാരൂഹായിക്കും സ്തുതിയും സ്തോത്രവും കരേറ്റുവാനായിട്ട് തന്നെ നിങ്ങൾക്കെല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ. നമ്മുടെ ദൈവമായ കർത്താവിന്റെ സ്നേഹത്താൽ പരിശുദ്ധവും ദൈവികമായ ചുംബനം കൊണ്ട് നാം എല്ലാവരും തമ്മിൽ സമാധാനം കൊടുക്കണം. സമാധാനം സർവദാ ഞങ്ങളുടെ ഇടയിൽ വസിക്കുമാറാകണമേ. സർവദാ ഞങ്ങളുടെ ഇടയിൽ വസിക്കുമാറാകണമേ. മശീഹാ തമ്പുരാന്റെ സ്നേഹവും സമാധാനവും സർവദാ ഞങ്ങളുടെ ഇടയിൽ വസിക്കുമാറാകണമേ. സർവദാ ഞങ്ങളുടെ ഇടയിൽ വസിക്കുമാറാകണമേ. സഹോദരരെ, ലഭിച്ചിരിക്കുന്ന ഈ വിശ്വസമാധാനത്തിന് ശേഷം കരുണയുള്ള കർത്താവിന് മുൻപാകെ നമ്മുടെ തലകളെ നാം അണക്കണം. ഞങ്ങളുടെ കർത്താവും ദൈവമേ, തിരുസന്നിധികളെ ഞങ്ങൾ വണങ്ങുന്നു. കർത്താവേ, ശാശ്വതമായ വാഴ്വുകളാൽ ഞങ്ങളെല്ലാവരെയും നീ വാഴ്ത്തണമേ. നിന്റെയും നിന്റെ ഏകപുത്രന്റെയും നിന്റെ വിശുദ്ധരുടെയും തിരുവിഷ്ടം ചെയ്യുവാൻ ഞങ്ങളെ യോഗ്യതരാക്കുകയും ചെയ്യണമേ. സഹോദരരെ, നാം എല്ലാവരും ഭംഗിയോടും ഭയത്തോടും വണക്കത്തോടും വെടിപ്പോടും വിശുദ്ധിയോടും സ്നേഹത്തോടും അറിവിൽ സത്യവിശ്വാസത്തോടും ദൈവഭക്തിയോടും കൂടിയെന്ന് നമ്മുടെ മുൻപാകെ വെട്ടിപ്പിക്കപ്പെട്ടിരിക്കുന്ന ഈ വിശുദ്ധ കുർബാനയിൽ സൂക്ഷിക്കണം. സകലത്തിനും ഉടയവനായ പിതാവായ ദൈവത്തിന് കൃപയും സമാധാനവും സ്തോത്രമാകുന്ന ബലി നിരപ്പിലും സമാധാനത്തിലും അണയ്ക്കപ്പെടുന്നു. ദൈവത്തിന്റെ സ്നേഹവും ഏകപുത്രന്റെ കൃപയും പരിശുദ്ധ റൂഹായുടെ സംസർഗവും സഹവാസവും
നമുക്ക് വാത്സല്യമുള്ളവരെ നിങ്ങളെല്ലാവരോടും കൂടെ എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. പിതാവായ ദൈവത്തിന്റെ വലത്തുഭാഗത്ത് മനുഷ്യാതമ്പുരാൻ എഴുന്നള്ളിരിക്കുന്നിടമായ ഉയരത്തിൽ ഈ സമയത്ത് നമ്മുടെ എല്ലാവരുടെയും ബോധങ്ങളും വിചാരങ്ങളും ഹൃദയങ്ങളും ആയിരിക്കണം. പിതാവും പുത്രനും വിശുദ്ധ റൂഹായുമായ സത്യക ദൈവത്തെ വന്ദിക്കുന്നതും സ്തുതിക്കുന്നതും കർത്താവേ, തിരുസന്നിധിയിൽ ഇടപെടാതിനെ മഹത്വപ്പെടുത്തുന്ന അഗ്നിമയന്മാരുടെ ആയിരങ്ങളോടും പതിനായിരങ്ങളോടും കൂടെ സൈന്യങ്ങളുടെ ദൈവമായ കർത്താവ് പരിശുദ്ധൻ 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 എന്നാർത്തുപാടി സ്തുതിപ്പാൻ ഞങ്ങളെ യോഗ്യതയുള്ളവരാക്കണമേ. കോയനാൻ വോമറീനാൻ പരിശുദ്ധൻ 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 കർത്താവിന്റെ നാമത്തിൽ രക്ഷാകരമായ പീഡാനുഭവത്തിന് തന്നൊരുങ്ങിയപ്പോൾ തന്റെ വിശുദ്ധ കൈകളിൽ അപ്പം താൻ എടുത്തു. സ്തോത്രം ചെയ്തുകൊണ്ട് വാഴ്ത്തി ശുദ്ധീകരിച്ച് മുറിച്ച് അതിന്റെ വിശുദ്ധ സ്ലീഹന്മാർക്ക് എടുത്തു. വാങ്ങി ഭക്ഷിപ്പിന് നിങ്ങൾക്ക് വേണ്ടി നൽകുന്ന എന്റെ ശരീരമാകുന്നു, ഇതിന്റെ ഓർമ്മയ്ക്കായി ജീവനെന്ന് അരുളി ചെയ്തു. അപ്രകാരം തന്നെ വീഞ്ഞിൽ നിന്നും വെള്ളത്തിൽ നിന്നും കലർത്തതായ കാസായും അവനെടുത്തു. സ്തോത്രം ചെയ്ത് വാഴ്ത്തി ശുദ്ധീകരിച്ച് തന്റെ വിശുദ്ധ സ്ലീഹന്മാർക്ക് കൊടുത്തു. എല്ലാവരും ഇതിൽ കുടിപ്പിൻ, ധനേകർക്ക് വേണ്ടി പാപമോചനത്തിനായി ചൊരിയുന്ന പുതിയ നിയമത്തിലുള്ള എന്റെ രക്തമാകുന്നു എന്ന് അരുളി ചെയ്തു. ഇങ്ങനെ നിങ്ങൾ ഈ അപ്പത്തിനെയും ഈ പാനപാത്രത്തിൽ നിന്ന് കുടിക്കുകയും ചെയ്യുമ്പോഴൊക്കെയും കർത്താവ് വരോളം അവന്റെ മരണത്തെ പ്രസ്താവിക്കുന്നു. നിന്റെ സംരക്ഷകരമായ സകല വ്യാപാരങ്ങളെയും ഓരോരുത്തരും അവന്റെ പ്രവർത്തന പ്രകാരം പ്രതിഫലം നൽകുന്ന മഹത്വകരമായ രണ്ടാമത്തെ എഴുന്നള്ളത്തിനെയും ഓർക്കുന്നു. ഇത് മൊത്തമായ സമയം നിന്റെ ഇടവകയും നിന്നോട് നീ മുഖാന്തരം നിന്റെ പിതാവിനോടും സർവശക്തിയുള്ള പിതാവായ ദൈവമേ ഞങ്ങളോട് കരുണ ചെയ്യണമെന്ന് മനോതാപത്തോടെ പ്രാർത്ഥിച്ച് ചൊല്ലുന്നു. ലബോ കാതമരോ സർവശക്തിയുള്ള പിതാവായ ദൈവമേ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമായ കർത്താവേ, ഞങ്ങളെ സ്തുതിക്കുകയും വാഴ്ത്തുകയും വന്ദിക്കുകയും ചെയ്യുന്നു. നല്ലവനെ ഞങ്ങളോട് കരുണ ചെയ്യണമെന്ന് നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ഞങ്ങളോട് ഉത്തരമരുളി ചെയ്യണമേ. കർത്താവേ, ഞങ്ങളോട് ഉത്തരമരുളി ചെയ്യണമേ. കർത്താവേ, ഞങ്ങളോട് ഉത്തരമരുളി ചെയ്ത് ദേതോ നീ ഞങ്ങളുടെ മേലനുഗ്രഹം ചൊരിയണമേ. കുറിയലായിസോ കുറിയലായിസോ അപ്പം നമ്മുടെ കർത്താവായ യേശുമിശിഹായുടെ തിരുശരീരമായിരിക്കാൻ പരിശുദ്ധ റൂഹ അതിനെ ശുദ്ധീകരിക്കുമാറാകട്ടെ. കാസായുള്ള വീഞ്ഞ് നമ്മുടെ കർത്താവായ യേശുമിശിഹായുടെ തിരുരക്തമായിരിക്കാൻ പരിശുദ്ധ റൂഹ അതിനെ ശുദ്ധീകരിക്കുമാറാകട്ടെ. കർത്താവിൽ സംബന്ധിക്കുന്ന എല്ലാവർക്കും കടങ്ങളുടെ പരിഹാരവും നിത്യജീവന്റെ അവകാശവും നൽകണമേ.
ഞങ്ങൾ നിനക്കും നിന്റെ ഏകപുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും കരയറ്റുവാനായിട്ട് തന്നെ ആയത് ഇപ്പോഴും സദാകാലത്തേക്കും തന്നെ. കർത്താവേ, 4 ഭാഗങ്ങളിലുമുള്ള വിശുദ്ധ സഭയെ മേച്ചു ഭരിക്കുന്നവരായ സകല മേൽപ്പെട്ടക്കാരെയും ഇന്ന് ഞങ്ങളെ ഭരിക്കുന്ന ഞങ്ങളുടെ പിതാവായ തിയോഡോഷ്യസ് മാർത്തോമാ മെത്രാപ്പൊലീത്തയെയും ഞങ്ങളുമായി സംസർഗത്തിലുള്ള തെന്നിന്ത്യ ഉത്തരേന്ത്യ സഭകളുടെ മോഡറേറ്റർമാരെയും ഞങ്ങളുടെ പിതാക്കന്മാരായ യുയാക്കിം മാർ കൂർലോസ്, ജോസഫ് മാർ ബർന്നബാസ് എന്നീ സഫർഗൻ മെത്രാപ്പൊലീത്തമാരെയും തോമസ് മാർ തിമോഥെയോസ്, ഐസക് മാർ ഫിലക്സിനോസ്, എബ്രഹാം മാർ പൗലോസ്, മാത്യൂസ് മാർ മക്കാറിയോസ്, ഗ്രിഗോറിയോസ് മാർ സ്തെഫാനോസ്, തോമസ് മാർ തീത്തോസ്, സക്രിയാസ് മാർ അപ്രേം, ജോസഫ് മാർ ഇവാനിയോസ്, മാത്യൂസ് മാർ സറാഫീം എന്നീ എപ്പിസ്കോപ്പമാരെയും കശീശന്മാർ, ശമാശന്മാർ മുതലായി പട്ടത്വത്തിനടുത്ത എല്ലാവരെയും സന്യസ്തർ, സുവിശേഷർ എന്നിവരെയും കരുണയോടെ ഓർക്കണമേ. നിന്റെ വിശുദ്ധ റൂഹായുടെ ദാനങ്ങൾ അവർക്ക് കൊടുത്ത് അവരെ നിന്റെ തോട്ടത്തിൽ വിശ്വസ്തയോടെ വേല ചെയ്യുന്നവരാക്കി തീർക്കണമേ. കർത്താവേ, വിശ്വാസികളും സത്യക്രിസ്ത്യാനികളുമായ എല്ലാവരെയും നീ ഓർത്ത് നിങ്ങൾ നിന്നുള്ള സഹായങ്ങളാൽ അവരെ സഹായിച്ച് ആശ്വസിപ്പിക്കണമേ. ദൈവമായ കർത്താവേ, എല്ലാ ഭരണാധികാരികൾക്കും ന്യായാധിപന്മാർക്കും രാജ്യതന്ത്രജ്ഞന്മാർക്കും നിയമസഭാംഗങ്ങൾക്കും വേണ്ടിയും പ്രത്യേകമായ ഭാരത റിപ്പബ്ലിക്കിന്റെ അധ്യക്ഷയ്ക്കും മന്ത്രിമാർക്കും പാർലമെന്റുകൾക്കും വേണ്ടിയും ഞങ്ങൾ അപേക്ഷിക്കുന്നു. ജ്ഞാനവും അറിവും നന്മ ചെയ്യുന്നുള്ള വിശാല മനസ്സും സഹകരണ ബുദ്ധിയും ദൈവാശ്രയം അവർ കൊടുത്ത് നിന്റെ നോട്ടത്തിന് കീഴവരെ നടത്തണമേ. കർത്താവേ, ഭൂമിയിലുള്ള സകല വംശങ്ങളിൽ നിന്ന് ഭാഗ്യത്തിന് യോഗ്യതയുള്ളവളും തമ്പുരാനെ പ്രസവിച്ചവളുമായ വിശുദ്ധ കന്യകമറിയാമനെയും ശുദ്ധിമാന്മാരായ നിബ്യന്മാരെയും ശ്ലീഹന്മാരെയും അറിയിപ്പുകാരെയും എവൻഗലിയസ്തന്മാരെയും സഹതയന്മാരെയും മൗദ്വന്മാരെയും സകല പരിശുദ്ധന്മാരെയും ഞങ്ങൾ ഓർക്കുന്നു. കർത്താവെ, അവരുടെ പിന്നടിയിൽ നടപ്പാൻ ഞങ്ങളെ യോഗ്യരാക്കി തീർക്കണമേ. കർത്താവേ, നിക്കയിലും കുസ്തന്തീനോസ് പോലീസിലും എഫെസോസിലും ഉണ്ടായ 3 സിനോദോസുകളെയും അവയിൽ ഉൾപ്പെട്ട സകല വിശുദ്ധ പിതാക്കന്മാരെയും ഞങ്ങൾ ഓർക്കുന്നു. കർത്താവേ, അവരുടെ സത്യോപദേശങ്ങൾ അനുസരിച്ച് നടപ്പാൻ ഞങ്ങൾക്ക് കൃപ നൽകണമേ. കർത്താവേ, സത്യവിശ്വാസത്തിൽ മരിച്ച് വിശ്രമിക്കുന്ന വിശ്വാസികളായ സകല മരിച്ചവരെയും അവസാന നാളിനെ ഉറപ്പിച്ച് അനുകൂലമാക്കുമ്പോൾ അവരോടുകൂടി ദോഷപ്രവർത്തിക്കും ഞങ്ങളെ യോഗ്യരാക്കി സ്വരാജ്യത്തിൽ ചേർത്ത് കൊള്ളണമേ. മഹാദൈവം നമ്മുടെ രക്ഷിതാവായ ശുമശയുടെ അനുഗ്രഹങ്ങൾ നമുക്ക് വാത്സല്യമുള്ളവരെ നിങ്ങളെല്ലാവരോടും കൂടെ എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. ഉണ്ടായിരിക്കട്ടെ. ും
സ്തോത്രം ചെയ്യുകയും തന്റെ ഏകപുത്രനെ നാം വന്ദിക്കുകയും ജീവനും ഇഷ്ടമുള്ള തന്റെ റൂഹായി നാം സ്തുതിക്കുകയും ചെയ്യണം. നമുക്ക് ഈ സമയം അല്പസമയം മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കായിട്ട് ഉപയോഗിക്കാം. നമ്മുടെ ആവശ്യങ്ങൾ, നമ്മുടെ സമൂഹത്തിൻ്റെ ആവശ്യങ്ങൾ ദൈവകരങ്ങളിൽ അർപ്പിച്ചുകൊണ്ട് മൗനമായിട്ട് അപേക്ഷിക്കാം. നമ്മുടെ പ്രത്യേകമായുള്ള ആവശ്യങ്ങളെ സൃഷ്ടിക്കുന്നതിനായുള്ള ദൈവത്തിൻ്റെ സൃഷ്ടാവായുള്ള ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് അർപ്പിച്ചുകൊണ്ട് യാചിക്കാം. മറ്റാരോടെയും പറയുവാൻ കഴിയാത്ത, മനുഷ്യരങ്ങളിൽ സഹായിപ്പാൻ കഴിയാത്ത നമ്മുടെ ഒട്ടനവധിയായിട്ടുള്ള ആവശ്യങ്ങളെ ജീവൻ്റെ ഉടയവനായിട്ടുള്ള ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ചുകൊണ്ട് നമുക്ക് യാചിക്കാം. പ്രത്യേകിച്ച് പുതുവർഷം നമുക്ക് അനുഗ്രഹത്തിൻ്റെ വർഷമാക്കി തീർക്കണമേ എന്ന് നമുക്ക് ദൈവത്തോട് യാചിക്കാം. വ്യക്തികളായും കുടുംബങ്ങളായും സഭയായും സമൂഹമായും ഫലദായകമായിട്ട് ജീവിപ്പാൻ പുതുവത്സരത്തിലും ആയുസ്സനാളൊക്കെ ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുക. ദൈവം തൻ്റെ കരുണയാലും കൃപയാലും ഒരു വർഷത്തിൻ്റെ അവസാന നിമിഷങ്ങളിലേക്ക് നമ്മെ എത്തിച്ചിരിക്കുന്നു. ഏറ്റവും ദൈവത്തോട് ചേർന്ന് കഴിഞ്ഞ കാലങ്ങളെ നടത്തിപ്പോൾക്ക് സ്തോത്രം ചെയ്യുകയും പുതുവത്സരത്തിൽ ദൈവകൃപയോടുകൂടി പ്രവേശിപ്പാൻ ദൈവം തമ്പുരാനെ നീ ഞങ്ങളെ സഹായിക്കണമേ എന്നും യാചിക്കുകയും ചെയ്യാം. ഈ ദിനങ്ങളിലൊക്കെ ലഭിച്ച ദൈവവചന കേൾവിക്കായിട്ട് സ്തോത്രം ചെയ്യാം. അതിനനുസരണമായിട്ട് ജീവിതങ്ങളെ ക്രോഡീകരിക്കുവാൻ, ക്രമീകരിക്കുവാൻ, രൂപപ്പെടുത്തുവാൻ ഇടയാക്കണമേ എന്ന് അപേക്ഷിക്കാം. ഈ സെൻറ്ററിലെ എല്ലാ ഇടവുകളെയും ഓർക്കായിട്ട് ശുശ്രൂഷ അച്ഛന്മാർക്ക് വേണ്ടി, പ്രത്യേക ഇവിടെ ആയിരിക്കുന്ന സുവിശേഷകർക്ക് വേണ്ടി, ഇടവ ചുമതലക്കാർക്ക് വേണ്ടി, സ്ഥാനസമിതി അംഗങ്ങൾക്ക് വേണ്ടി, ഇടവയിലെ എല്ലാ കുടുംബങ്ങൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കാം. ആവശ്യങ്ങളിരിക്കുന്നവർക്ക് വേണ്ടി അപേക്ഷിക്കാം. രോഗികളായി വാർദ്ധക്യത്തിൻ്റെ ക്ഷീണാവസ്ഥയിൽ ഒക്കെ ആയിരിക്കുന്നവരെ ഓർക്കാം. മാനസിക സംഘർഷങ്ങളായിരിക്കുന്നവർക്ക് കൂടി നൽകണമേ എന്ന് പ്രാർത്ഥിക്കാം. സാമ്പത്തിക ഞെരുക്കങ്ങളായിരിക്കുന്നവരെ ഓർക്കാം. ആശുപത്രികളിലെ ഭവനങ്ങളിൽ നാം അറിഞ്ഞു പറയാതെയും രോഗാവസ്ഥകളായിരിക്കുന്നവർക്ക് വേണ്ടി അപേക്ഷിക്കാം. പ്രത്യേകം നാം കൂടി വന്നിരിക്കുന്ന ഇവിടെയുള്ള സ്ഥാപനങ്ങളെ ഓർത്ത് ദൈവസന്നിധിയിൽ ഓർക്കാം. ഇവിടെ താമസിക്കുന്ന അപ്പച്ചന്മാർ, അമ്മച്ചിമാർ, മറ്റ് വ്യത്യസ്ത പ്രവർത്തനങ്ങൾ, ഹോസ്റ്റൽ, അതിലെല്ലാം ദൈവത്തിൻ്റെ ധാരാളമായിട്ടുള്ള കരുണ ലഭ്യമാകുന്നതിനായിട്ട് ഏവർക്കും ദൈവസാന്നിധ്യം ലഭ്യമായി ആശ്വാസവും സമാധാനവും ലഭ്യമാകുന്നതിന് പ്രത്യാശയോടുകൂടി ജീവിപ്പാൻ തക്കൊണ്ട് ഇടയാക്കണമെന്ന് യാചിക്കുക. ഇന്ന് ഓർത്ത് നൽകുക പ്രിയപ്പെട്ട അച്ഛനെ കുടുംബമായി ഓർക്കാം. മറ്റ് സുവിശേഷരെ ഓർത്ത് പ്രാർത്ഥിക്കുക. സെൻട്രലിലെ എല്ലാ അച്ഛന്മാരെയും ഓർക്കാം. ഭദ്രാസനത്തെ ഓർത്ത് പ്രാർത്ഥിക്കാം. ഭദ്രാസനത്തിലെ എല്ലാ ഇടവുകളെയും ഓർക്കാം. ഇടവിൽ ശുശ്രൂഷിക്കുന്ന അച്ഛന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. സ്ഥാപനങ്ങളെയും സംഘടനകളെയും അവിടെ പ്രവർത്തിക്കുന്നവരെ ഓർക്കാം. സുവിശേഷ ഫീൽഡുകളെ ഓർക്കാം. സുവിശേഷ പ്രവർത്തനങ്ങളായിരിക്കുന്ന പ്രിയപ്പെട്ടവരെ ഓർത്ത് യാചിക്കാം. സഭയ്ക്ക് വേണ്ടി യാചിക്കാം. ഇതര സഭാ സമൂഹങ്ങളെ ഓർക്കാം. മതസമൂഹങ്ങളെ ഓർക്കാം. നാം ഉൾപ്പെട്ട് നിൽക്കുന്ന സംസ്ഥാനത്തിന് വേണ്ടി, രാജ്യത്തിന് വേണ്ടിയും ഭരണകർത്താക്കൾക്ക് വേണ്ടിയും യാചിക്കാം. എല്ലാവർക്കും നീതി ലഭിക്കത്തക്കോണം ഭരണം നടക്കുവാൻ തക്കോണം ദൈവത്തിൻ്റെ ആത്മാവെ നീ പ്രിയപ്പെട്ടവരിലൂടെ പ്രവർത്തിക്കണമെന്ന് യാചിക്കുക. അസമാധാനം നിലനിൽക്കുന്ന ലോകത്തിൻ്റെ വിവിധ മേഖലകളിൽ ദൈവീയ സമാധാനത്തിനായിട്ട് പ്രാർത്ഥിക്കുകയും ചെയ്യാം. അടുത്ത് വരുന്ന ഭദ്രാസന കൺവെൻഷന് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുക. നിങ്ങൾ മലബാർ ഭദ്രാസനം കൺവെൻഷൻ ചുങ്കത്തറയിൽ വെച്ച് നടക്കുന്നല്ലോ. അത് ഏറ്റവും അനുഗ്രഹമായിട്ട് ജനുവരി മാസം 26 മുതൽ ഫെബ്രുവരി 2 വരെ ഏറ്റവും അനുഗ്രഹമാക്കണമേ. ഇന്നത്തെ സമാപന കുടിവരൽ ദൈവസാന്നിധ്യം ധാരാളമായിട്ട് അനുഭവിപ്പാൻ ഇടയാക്കണമേ എന്ന് യാചിക്കാം. അതിനെ ഘോഷിക്കുന്ന അച്ഛനെയും ദൈവങ്ങൾ അർപ്പിക്കാം. യേശുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്ന കൃപയോടെ കേൾക്കണമേ. പ്രാർത്ഥനകളെ കൈക്കൊള്ളുന്നവനും യാചനകളെ നൽകുന്നവനുമായ ദൈവം തമ്പുരാനെ, ഞങ്ങൾ നിന്നോട് യാചിച്ച് പരിശുദ്ധനായ നിന്റെ ഏകപുത്രൻ ഞങ്ങളെ പഠിപ്പിച്ച് കർത്തൃപ്രാർത്ഥനയെ തകർന്ന ഹൃദയത്തോട് തിരുവൻപാ ഞങ്ങൾ പ്രാർത്ഥിച്ചു ചൊല്ലുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ നാമം പരിശുദ്ധമാക്കണമേ. നിന്റെ രാജ്യം വരണമേ. നിന്റെ ഇഷ്ടം സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ ദോഷങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പരീക്ഷയിൽ പ്രവേശിപ്പിക്കാതെ ഞങ്ങളെ ദുഷ്ടരക്ഷണമേ. എന്നുള്ള ശക്തിയും മഹത്വം എന്നേക്കും നിനക്കുള്ളതാകുന്നു. ആമേൻ. ശുദ്ധിയുള്ളതും മഹത്വമുള്ളതും സൃഷ്ടിയല്ലാത്തതും സ്വയംഭൂവായതും ആദ്യതമില്ലാത്തതും വന്യമായിരിക്കുന്നതും തത്വത്തിലേഖമായിരിക്കുന്നതുമായ ത്രിത്വത്തിൻ്റെ കൃപകളും അനുഗ്രഹങ്ങളും നമുക്ക് വാത്സല്യമുള്ളവരെ നിങ്ങളെല്ലാവരോടും കൂടെ എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. മാതൃവോടും
ഭക്തിയോടും കൂടി സൂക്ഷിക്കണം. വിശുദ്ധതകൾ വിശുദ്ധിയും വെടിപ്പുള്ളവർക്ക് മാത്രം നൽകപ്പെടുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി. ലോകത്തെ നിർമ്മിച്ച പരിശുദ്ധനായ ഏകപിതാവ് നമ്മോടുകൂടെ. വിലയേറിയ പീഡാനുഭവങ്ങളാൽ അതിനെ വീണ്ടെടുത്ത് പരിശുദ്ധനായ ഏകപുത്രൻ നമ്മോടുകൂടെ. ഉണ്ടാകുന്നതുമായ സകലത്തെയും പൂർണ്ണമാക്കുന്നവനും നിവർത്തി വരുത്തുന്നതിനുമായ ജീവനും വിശുദ്ധിയുമുള്ള കൃപായും നമ്മോടുകൂടെ. കർത്താവിന്റെ നാമാതി മുതൽ എന്നേക്കും വാഴ്ത്തപ്പെട്ടതായിരിക്കട്ടെ. ജീവികളായി നടന്ന ശിച്ചിട്ടുള്ളവരാം പുണ്യ പിതാക്കളെ പ്രാർത്ഥന കാഴ്ചകളൊക്കെയും ഓർത്തവരെ പിന്തുടരേണം. ദൈവാ സുതനവരെ മോക്ഷേ അനുകൂലമാക്കും. നാഥ അനുഗ്രഹിച്ചങ്ങളെ തുണയ്ക്കണമേ. വേഗാനിടണമേ നിൻ കരുണയുടെ ബഹുത്വത്താൽ. നല്ലവനെ പ്രാർത്ഥന കേട്ട് യാചന നീ നൽകിയിടണമേ. സ്തോമൻ ഗാലുസ് ദൈവ കുഞ്ഞാടെ ദാവീദ് സോനുവേ. മാറിയാളൻ മകനെ പ്രാർത്ഥന കേൾക്കണമേ. കുറിയലായി സോൻ കുറിയലായി സോൻ നമുക്ക് വാത്സല്യമുള്ളവരെ നമുക്ക് വേണ്ടി പ്രാർത്ഥിപ്പീൻ. പിതാ മക്കളോട് കരുണ ചെയ്യുന്ന പ്രകാരം കർത്താവ് തന്നെ ഭയപ്പെടുന്നവരോട് കരുണ ചെയ്യുന്നു. മനുഷ്യന്റെ പോലെയാകുന്നു വയലിലെ പുഷ്പം പോലെ വിളയ്ക്കുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി. ശരണത്തിൽ മൃഗരാം നിൻ അടിയാരേ നിൻ ജീവസ്വരം പറുദീസായിലേക്കുണർത്തുമ്പോൾ ഞങ്ങളെയും നീ ഓർക്കേണമേ. സോമൻ കാലോസ് കുറിയേ ലായിസോ. കർത്താവേ നിൻ ബലഭാഗത്തിൻ ഉടയോരായ കുഞ്ഞാടുകളോടൊത്തു ഞങ്ങൾ മോദിക്കേണമേ. വരുവീൻ നിങ്ങൾ വിശുദ്ധരോടൊപ്പം നിത്യരാജ്യം അനുഭവിപ്പീനരുളും
സ്വരം കേൾക്കേണമേ. കൽപ്പനയാൽ മരണം അധികാരം ചെയ്തു, നിന്നുയർപ്പാലതുമാഞ്ഞതിനാൽ നിനക്കായി സ്തോത്രം. എല്ലാ നാവും നിനക്കു സ്തോത്രം അർപ്പിച്ചിടുമേ. സുതരെ ചേർത്തിടുവോനെ ഞങ്ങളുടെ രക്ഷയ്ക്കായിട്ട് വന്നവനും ഞങ്ങളുടെ ഉയർത്തുന്നേൽപ്പിനും ഞങ്ങളുടെ വർഗത്തിന്റെ നന്നേക്കുളതുക്കത്തിനുമായി വരുവാനിരിക്കുന്നതുമായ ദൈവപുത്ര, പാപരിഹാരം ശരിക്കുന്നതിന്റെ ആകത്താൽ നിന്റെ ഇടയാർക്ക് പാപമോചനം ഉണ്ടാക്കുമാറാകണമേ. ദൈവമായ കർത്താവേ, കാണപ്പെടാമതല്ലാത്തന്റെ ഫലത്തെ നീട്ടി കടങ്ങളുടെ പരിഹാരത്തിനും പാപങ്ങളുടെ മോചനത്തിനുമായി ഞങ്ങളുടെ കർത്താവ് ഞങ്ങളുടെ ദൈവമേ എന്നേക്കുന്നതിന്റെ സന്നിധിയിലുള്ള പ്രസാദത്തിനുമായി ഗൽഗുത്താൻ വെച്ച് മുറിക്കപ്പെട്ടതും ചിന്തപ്പെട്ടതുമായ വിലമതിക്കാവല്ലാത്ത തിരിച്ച രക്തങ്ങളെ കൈക്കൊള്ളുന്നതിന്റെ ആരാധനക്കാരുടെ ഈ കൂട്ടത്തെ നീ വാഴ്ത്തുമാറാകണമേ. മഹാദൈവം നമ്മുടെ രക്ഷിതാവുമായ യേശുമിശിഹായുടെ അനുഗ്രഹങ്ങൾ ഈ വിശുദ്ധകൾ വഹിക്കുന്നതിനും കൊടുക്കുന്നതിനുമേലും കൈക്കൊള്ളുന്നതിനുമേലും മേൽ പ്രയത്നിച്ചവരും അനുഭവിച്ചവരും അനുഭവിക്കുന്ന എല്ലാവരുടെ മേലും ഉണ്ടായിരിക്കും. ദൈവത്തിന്റെ ആർദ്ദകരണകൾ ഞങ്ങളുടെ മേലും അവരുടെ മേലും എന്നേക്കും രണ്ട് ലോകങ്ങളിലും ഉണ്ടായിരിക്കും. കടങ്ങളുടെ പരിഹാരത്തിനും പാപങ്ങളുടെ മോചനത്തിനുമായി ഗൽഗുത്തായിൽ വെച്ച് മുറിക്കപ്പെട്ടതും ചിന്തപ്പെട്ടതുമായ നമ്മുടെ കർത്താവായ യേശുമിശിഹായുടെ തിരുശരീര രക്തങ്ങൾ ആത്മാവിൻ്റെയും ശരീരത്തിൻ്റെയും സൗഖ്യത്തിനായി നിങ്ങൾക്ക് ഓരോരുത്തർക്കും നൽകപ്പെടുന്നു. കർത്താവ് നിനക്ക് വേണ്ടി മരിച്ചുള്ള ഓർമ്മയ്ക്കായി സ്തോത്രത്തോടു കൂടി ഇവയെ കൈക്കൊള്ളുക. നിന്നെ
ദുരിതഭാരത്തെ ചുമന്നും കൊണ്ടു പരവശനായി തളർന്നെത്തിയപ്പോൾ ചോരത്തുള്ളി പോലൊഴുകി. കൊണ്ടു പരവശനായി തളർന്നെത്തിയപ്പോൾ ചോരത്തുള്ളി പോലൊഴുകി. നിനക്കായി ജീവനെ മരം കുരിശിൽ വെടിഞ്ഞ് മകനേ. ഒരു കുരിശെടുത്തുകൊണ്ടു ഞാൻ കയറി കാൽവരി മുകളിൽ. ഉടക്കരുത്തിടുന്നവൻ പിടിച്ചിഴച്ചെന്നെ കിടത്തി വൻകുരിശതിന്മേൽ. ഉടക്കരുത്തിടുന്നവൻ പിടിച്ചിഴച്ചെന്നെ കിടത്തി വൻകുരിശതിന്മേൽ. നിനക്കായി ജീവനെ മരം കുരിശിൽ വെടിഞ്ഞ് മകനേ. വലിച്ചു കാൽക്കരം പഴുതിടയാക്കി പിടിച്ചിടും വലിച്ചെഴുത്തി. ഒട്ടും അലിവില്ലാതടിച്ചിറങ്ങി ഒട്ടും അലിവില്ലാതടിച്ചിറങ്ങി എന്നെ തെറ്റിപ്പിച്ചെന്റെ കൺമണിയേ. നിനക്കായും ജീവനെ മരം കുരിശിൽ വെടിഞ്ഞ് മകനേ. കരുണയില്ലാതെ പടയാളിയൊരു പെരിയ കുന്തമെടുത്തു. കുത്തി തുറന്നൻ ചങ്കിലെ അതിൽ നിന്നൊഴുകി ജലവും രക്തവും ഉടനെ. കുത്തി തുറന്നൻ ചങ്കിലെ അതിൽ നിന്നൊഴുകി ജലവും രക്തവും ഉടനെ. നിനക്കായും ജീവനെ മരം കുരിശിൽ വെടിഞ്ഞ് മകനേ. പരമദാഹവും വിവശതയും കൊണ്ടധികം തളർന്ന എന്റെ നാവു വരണ്ടു വെള്ളത്തിൽ നിരന്ന നേരത്തു തന്നതെന്തു നീ കാണുക. നാവു വരണ്ടു വെള്ളത്തിൽ നിരന്ന നേരത്തു തന്നതെന്തു നീ കാണുക. നിനക്കായും ജീവനെ മരം കുരിശിൽ വെടിഞ്ഞ് മകനേ. പരമസ്നേഹത്തെ മറക്കാമോ നിനക്കോർത്ത. നിന്മേൽ കരളലിഞ്ഞു ഞാൻ സകലവും സഹിച്ചൻ ജീവനെ വെടിഞ്ഞു. നിന്മേൽ കരളലിഞ്ഞു ഞാൻ സകലവും സഹിച്ചൻ ജീവനെ വെടിഞ്ഞു. നിനക്കായും ജീവനെ മരം കുരിശിൽ വെടിഞ്ഞ് മകനേ. ദിനഭൂമി ദിനെ മറന്നു ഭൂമി വസിപ്പതെന്തു കൺമണിയേ. ദിനഭൂമി ദിനെ മറന്നു ഭൂമി വസിപ്പതെന്തു
കൺമണിയേ നിനക്കായും ജീവനെ മരം കുരിശിൽ വെടിഞ്ഞ് മകനേ. ഞങ്ങളുടെ കർത്താവ് ഞങ്ങളുടെ ദൈവമേ, എന്നേക്കും നിനക്ക് സ്തുതി, നിനക്ക് സ്തുതി, നിനക്ക് സ്തുതി. ഞങ്ങളുടെ കർത്താവ് യേശുമിശിഹായെ, ഞങ്ങൾ പഠിച്ചതായ തിരുശരീരവും ഞങ്ങൾ പാനം ചെയ്തതായ രക്തവും ഞങ്ങൾക്ക് ആർക്കും ശിക്ഷാധികം പ്രതിഫലത്തിനുമായി തീരരുതേ. ഞങ്ങളുടെ എല്ലാവരുടെയും ജീവന്റെ രക്ഷയ്ക്കുമായി ഭവിക്കുമാറാകണമേ. ദൈവമേ, ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചൊരിയണമേ. ഭൂലോകം മുഴുവൻ കർത്താവേ, നിന്റെ മനുഷ്യ സ്നേഹത്തെ ഞങ്ങൾ സ്തോത്രം ചെയ്തു വന്നിരിക്കുന്നു. നീ ഞങ്ങളെല്ലാവരെയും ബലപ്പെടുത്തി സഹായിച്ച് താങ്ങി നിർത്തിക്കൊള്ളണമേ. ഈ ആത്മീയമേശയിൽ നിന്ന് ഞങ്ങൾ ആനന്ദിച്ചിരിക്കാൻ ഞങ്ങളെ എല്ലാവരെയും നീ പുണ്യപ്പെടുത്തി ആശ്വസിച്ചുകൊള്ളുകയും ചെയ്യണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകപുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും കരേറ്റുവാനായിട്ട് തന്നെ എല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ. സ്വർഗത്തിൽ നിന്നിറങ്ങി വന്ന് ഞങ്ങൾക്ക് നാശമില്ലാത്ത ഒരാഹാരമായി തീർന്ന സാക്ഷാലപ്പമായ മശ്യാതമ്പ്രാനെ ഭയങ്കരമായ ശിക്ഷാവിധി ഞങ്ങളുടെ ദേഹങ്ങളെയും കാത്തുകൊള്ളണമേ. നിനക്കും നിന്റെ പിതാവിനും പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും കരേറ്റുവാനായിട്ട് തന്നെ ആയത് ഇപ്പോഴും സദാകാലത്തേക്കും തന്നെ. തിരുസഭയെ നീ സ്ഥിരമാംബാറമേ ലുറപ്പിക്കണമേ. ഭരണക്കാരെ നിൻ ഭുജത്താൽ നീ കാത്തിടണമേ. വട്ടക്കാരെയും ശംശാനരെയും അലങ്കരിക്കണമേ. കാറോയരെയും ഗായകരെയും ശോഭിപ്പിക്ക. പാപികളെ തൻ ബലിയ വീണ്ടൊരു ദൈവസൂതനെ. അതിനാൽ എന്നോട് ദുരിതം വേദന നീക്കിടണമേ. ഗൽഗോതായിൽ ചങ്ക് തുറന്ന നല്ലവനെ നീ ഒഴുകിയ രക്തം ജലം കൊണ്ടൻ ദാഹം തീർക്ക. കർത്താവേ, നമുക്ക് വാത്സല്യമുള്ളവരെ, ഭാവരിയാരും ചരിക്കുന്ന കർത്താവിൻ്റെ യാഗത്തിൽ നിന്ന് പ്രാപിച്ചിരിക്കുന്ന വാഴ്വുകളോടും അനുഗ്രഹങ്ങളോടും കൂടെ വിശുദ്ധിയും മഹത്വമുള്ള ത്രിത്വത്തിൻ്റെ കൃപയ്ക്കും അനുഗ്രഹങ്ങൾക്കും നിങ്ങളെ നാം പരമേൽപ്പിക്കുന്ന ഈ സമയത്ത് സമാധാനത്തോടെ നിങ്ങൾ പോകുവേൻ. ദൂരസ്ഥരും സമീപസ്ഥരും കർത്താവിൻ്റെ ജയം നൽകുന്ന സ്ലീബായാൽ രക്ഷിക്കപ്പെട്ടിരിക്കുന്നവരും വിശുദ്ധ മാമോദീസാൽ മുദ്രയിടപ്പെട്ടിരിക്കുമായുള്ളവരെ, ഈ തൃത്വം നിങ്ങളുടെ കടങ്ങളെ പരിഹരിക്കും, നിങ്ങളുടെ കുറവുകളെ ക്ഷമിക്കും, നിങ്ങളുടെ ആത്മാക്കളെ ആശ്വസിപ്പിക്കുകയും ചെയ്യും. ബലഹീനനും പാപിയുമായ ദാസൻ ഞാൻ നിങ്ങളുടെ പ്രാർത്ഥനയാൽ കരുണയും സഹായം കണ്ടെത്തുവാൻ നിങ്ങൾ സന്തോഷിച്ച് ആനന്ദിച്ചുകൊണ്ട് സമാധാനത്താലെ പോയി നമുക്ക് വേണ്ടിയും പ്രാർത്ഥിപ്പീൻ. കുരിശാലും മധ്യസ്ഥ
എല്ലാവർക്കും ഇരിക്കാം. ഈ പ്രഭാതത്തിൽ വിശുദ്ധ കുർബാനയ്ക്ക് നേതൃത്വം നൽകിയ അഭിനയ ഡോക്ടർ മാത്യൂസ് മാർ മക്കാറീസ് എപ്പിസ്കോപ്പ തിരുമേനിയോടുള്ള നന്ദി കുന്നംകുളം സെൻട്രൽ കൺവെൻഷൻ്റെ നാമത്തിൽ നിങ്ങൾ ഓരോരുത്തരുടെയും നാമത്തിൽ അറിയിക്കട്ടെ. എല്ലാവർക്കും ഇപ്പോൾ ഒരു ലഘുഭക്ഷണം റിഫ്രഷ്മെൻ്റ് ക്രമീകരിച്ചിട്ടുണ്ട്. ചായയും സ്നാക്സും നിങ്ങളിരിക്കുന്ന ഇടത്ത് തന്നെ ലഭിക്കുന്നതാണ്. ആ ചായ കുടിച്ചതിന് ശേഷം ഉടൻ തന്നെ നമ്മുടെ പൊതുയോഗം മാർത്തോമാ കുടുംബ സംഗമം ആരംഭിക്കും. ദയവായിട്ട് വോളണ്ടിയേഴ്സ് മുന്നോട്ട് വന്ന് ക്രമീകൃതമായിട്ട് കൊടുക്കുവാനായിട്ട് ഉറപ്പിക്കുന്നു.